അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ താമസം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു കേട്ടോ. ഒരു വർഷവും കുറച്ച് മാസങ്ങളുമായി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേഴ്സണൽ മെസ്സേജും അല്ലാതെ കമന്റ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഓരോന്നൊക്കെ പറയാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോ ആക്കാൻ നോക്കുന്നുണ്ട് മാക്സിമം കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് വന്ന ഒരു കമന്റ് ആണ്, ബാക്കി ഇപ്പോൾ വീട് വാങ്ങുമ്പോഴത്തേക്കും വീട് വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ എന്തൊക്കെ ചെലവ് വരും എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വാങ്ങിയ ആ ടൈം മുതൽ തന്നെ നമുക്കുണ്ടാകുന്ന ചെലവുകളും ഇനി വരാൻ പോകുന്ന ചെലവുകളും അന്ന് മുതലേ എന്ന് വെച്ചാൽ വീട് വാങ്ങുന്ന ആ ടൈം മുതലേ എല്ലാം റെക്കോർഡ് ചെയ്ത് അങ്ങനെ ആ ഒരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. അതുപോലെ ഞങ്ങളുടെ ബഡ്ജറ്റ് പ്ലാനും അങ്ങനെ എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് ആപ്പിൽ ആണെങ്കിലും എല്ലാം ചെലവുകളും കാര്യങ്ങളും എല്ലാം അങ്ങനെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം അന്ന് ഞാൻ എഴുതി വെച്ചിരുന്ന ചെലവുകൾ ഒരുപാട് ചെലവുകളുണ്ട് കേട്ടോ. അപ്പം അതിന്റെ ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പറയാം. ഞങ്ങൾ വീട് വാങ്ങിയത് ഏകദേശം 2023 പാതിയോടെയാണ് ഞങ്ങൾക്ക് വീട് കയ്യിൽ കിട്ടുന്നത്. ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഹൗസ് ആണ്. ഞങ്ങൾ ടിപ്പറിയിലാണ് വീട് വാങ്ങിയേക്കുന്നത് കേട്ടോ. പക്ഷെ ലിമറിക്കിൽ നിന്ന് ഇവിടുന്ന് വെറും ഒരു 30 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ലിമറിക് സിറ്റിയിലേക്ക്. അതുപോലെ ടിപ്പറി സെന്ററിലേക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 40 മിനിറ്റോളം ഡ്രൈവ് ചെയ്താൽ നമുക്ക് ടിപ്പറി കിട്ടും. ടിപ്പറി സിറ്റി നമുക്ക് കിട്ടും. പിന്നെ തൊട്ടടുത്ത് തന്നെ തർലസ് എന്നും പറഞ്ഞ് കുറച്ചുകൂടെ വലിയൊരു ടൗൺ ഉണ്ട്. പിന്നെ ന്യൂപോർട്ട് ഒരു 10 മിനിറ്റ്സ് അവേ തന്നെ ന്യൂപോർട്ട് എന്നും പറഞ്ഞ അത്യാവശ്യം നല്ലൊരു ഇതുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് റിയർ ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്നത് റിയർ ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വില്ലേജ് പോലത്തെ, അത്ര ടൗൺ അല്ല, എന്നാലും ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ പാല്, മുട്ട, ബ്രെഡ് അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ 2 പബ്ബുകൾ, പിന്നെ സ്കൂള് ഏകദേശം നമ്മുടെ നാട്ടിൽ പറയുന്ന 7ാം ക്ലാസ് വരെയുള്ള സ്കൂള് ഇവിടെ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പം കുഞ്ഞൂസിനാണെങ്കിലും നമുക്ക് നടന്നു പോയി കൊണ്ടുവിടാനുള്ള ദൂരേ ഉള്ളൂ. 1 കിലോമീറ്റർ പോലും ഇല്ല. ജസ്റ്റ് ഒരു 600 മീറ്റർ അവേ തന്നെ ഞങ്ങൾക്ക് സ്കൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വീടെന്ന് പറയുന്നത് ഡിറ്റാച്ച്ഡ് ബംഗ്ലാവ് ആയിട്ടാണ് കിട്ടിയത്. 40 സെന്റും 111 മീറ്റർ സ്ക്വയർ വരുന്ന വീടും കൂടെ ചേർത്താണ് നമുക്ക് കിട്ടിയത്. 3 ബെഡ്റൂം ബംഗ്ലാവ് ആണ് കേട്ടോ. 2 ബാത്തും 3 ബെഡ്റൂമും അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ ഈ വീട് നമുക്ക് സെയിൽ അഗ്രീഡ് ആയ പ്രൈസ് എന്ന് പറയുന്നത് 2,10,000 യൂറോയാണ് കേട്ടോ. ഇത് ഏകദേശം 1999 പണിഞ്ഞ ബംഗ്ലാവ് ആണ്. ഏകദേശം ഒരു 24 ഇയറോളം ആയിട്ടുണ്ട്. എന്നാലും വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമുക്ക് അധികം റെനോവേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം പെയിന്റിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഇതാണ് നമുക്ക് ചെയ്യേണ്ടി വന്നത് കേട്ടോ. അപ്പൊ വീട് വാങ്ങിയപ്പോൾ നമുക്കുണ്ടായ ബാക്കിയുള്ള ചെലവുകൾ കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഞാൻ എന്തായാലും ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോകും കേട്ടോ. അപ്പം വീടിന്റെ വിലയും കാര്യങ്ങളും എല്ലാം നിങ്ങൾ മൈൻഡ് വെച്ചേക്കുക. അപ്പം ഞാൻ അതിനനുസരിച്ചാണ് ബാക്കി പറഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ ചെലവുകൾക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ഇത് C റേറ്റിംഗിലുള്ള ബംഗ്ലാവ് ആണ്. C ബാൻഡിൽ വരുന്നതാണ്, ബെർ റേറ്റിംഗിൽ വരുന്നതാണ്. C2 C1 ആ റേഞ്ചിൽ ഏതോ വരുന്നതാണ്, എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്നാലും C ബാൻഡിലുള്ള ബംഗ്ലാവാണ്. അത്യാവശ്യം നല്ല ഇൻസുലേഷൻ. ഞങ്ങൾ വാങ്ങുന്നതിന് മുന്നേ ഇത് ഓൾറെഡി ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓൾറെഡി ഇൻസുലേറ്റ് ചെയ്ത ഹൗസാണ്, അധികം ഹീറ്റ് ലോസ് ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഹീറ്റിംഗ് ഓൺ ആക്കാതെ തന്നെ നമുക്ക് അത്യാവശ്യം ഹീറ്റും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുറത്ത് നല്ല തണുപ്പാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു ഇതുപോലത്തെ ഒരു ജമ്പറൊക്കെ ഇട്ടാൽ നമുക്ക് ഇവിടെ കൂളായിട്ട് നിൽക്കാവുന്നതാണ്. അപ്പം അങ്ങനെയാണ് വീടിന്റെ ഒരു കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് ചെലവുകളിലേക്ക് പോവാം. വീടുകൾ അയർലൻഡിൽ വാങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ മോർഗേജിന് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ 10% ഡെപ്പോസിറ്റ് മണി, വീടിന്റെ വില എത്രയാണോ അതിന്റെ 10% ഡെപ്പോസിറ്റ് മണി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ സെക്കൻഡ് ഹാൻഡ് വീടുകളാണെങ്കിൽ ആ മണി എന്തായാലും നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചേ പറ്റുള്ളൂ. അപ്പം പുതിയ വീടുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 3 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും ജോലി ചെയ്ത്, ഹസ്ബൻഡും വൈഫും ജോലി ചെയ്ത് ഒരു 3 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മോർഗേജിന് അപ്ലൈ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, പുതിയ വീടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ടു ബൈ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മളുടെ ടാക്സ് നമ്മൾ പേ ചെയ്തേക്കുന്നതിനനുസരിച്ച് ആ ഹെൽപ്പ് ടു ബൈ സ്കീമിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് സപ്പോർട്ടൂടെ എന്തായാലും കിട്ടും. അപ്പൊ ആ മണിയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ വീടുകൾ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് നമുക്ക് മോർഗേജിന്റെ ആപ്ലിക്കേഷനിൽ കാണിക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത്, നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് വീട് വാങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ടു ബൈ സ്കീം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പുതിയ വീടുകൾക്ക് മാത്രമാണ് ഹെൽപ്പ് ടു ബൈ സ്കീം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ 10% ഡെപ്പോസിറ്റ് മണി, വീടിന്റെ വിലയ്ക്കുള്ള 10% ഡെപ്പോസിറ്റ് മണി എന്തായാലും നമ്മുടെ അക്കൗണ്ടിൽ മോർഗേജ് പാസ്സാവുന്ന സമയത്ത് കാണിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ ചെലവെന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ വീടിന്റെ വില വെച്ചിട്ട് തന്നെ ഞാൻ പറയാം, 2,10,000 യൂറോ ഉള്ള ഞങ്ങളുടെ വീടിന് ഞങ്ങൾ കാണിച്ച 10% ഡെപ്പോസിറ്റ് മണി എന്ന് പറയുന്നത് 21,000 യൂറോ ആയിരുന്നു കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട്
നമ്മൾ സോളിസിറ്റർ ഫീയും നമ്മൾ എന്തായാലും കാണിക്കണം. അപ്പം ഞങ്ങൾ വാങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഏകദേശം സ്പെൻഡ് ആയേക്കുന്ന സോളിസിറ്റർ എമൗണ്ട് എന്ന് പറയുന്നത് 5470 യൂറോയാണ് കേട്ടോ. സോളിസിറ്റർ ഫീ എപ്പോഴും നമ്മുടെ വീടിന്റെ വിലയ്ക്ക് അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. വീടിന്റെ വില കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് വ്യത്യാസം വരും കേട്ടോ. പിന്നെ സോളിസിറ്റർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രോപ്പർട്ടി സെർച്ച്, പിന്നെ നമ്മുടെ ബൗണ്ടറി എല്ലാം ഓക്കെ ആണോ, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനാണ് അവർ ഫീസ് ഈടാക്കുന്നത്. അതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾക്ക് ചിലവായത് ഏകദേശം 5470 യൂറോ ആയിരുന്നു. പിന്നെ ഞങ്ങൾ മോർഗേജ് അപ്ലൈ ചെയ്യാൻ പോയത് ഡയറക്റ്റ് ബാങ്കിലായിരുന്നില്ല, ഞങ്ങൾ മോർഗേജ് അഡ്വൈസർ ത്രൂ ആണ് പോയത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കൺവീനിയന്റിന് വേണ്ടിയായിരുന്നു. കാരണം അവർ നമ്മളെ കുറച്ചുകൂടെ ഗൈഡ് ചെയ്യും. ബാങ്കുകാരാണെങ്കിലും ബാങ്കുകാരുടെ സൈഡിൽ അവരുടേതായിട്ടുള്ള മോർഗേജ് അഡ്വൈസർ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു വേറൊരു മോർഗേജ് അഡ്വൈസർ ത്രൂ പോവാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നോക്കിയത്. അപ്പം അങ്ങനെ ഞങ്ങൾ മോർഗേജ് അഡ്വൈസർ ത്രൂ പോയത് കൊണ്ട് ഞങ്ങൾക്ക് മോർഗേജ് അഡ്വൈസറിന് പേ ചെയ്യേണ്ടി വന്ന ഒരു ചെറിയൊരു എമൗണ്ട് ഉണ്ട്. അതൊരു വൺ ടൈം ഫീ ആയിരുന്നു. ഞങ്ങൾക്ക് അവർ പറഞ്ഞത് നമുക്ക് ബാങ്കിൽ നിന്ന് മോർഗേജ് അപ്രൂവൽ കിട്ടുമ്പോഴത്തേക്കും ആ ഫീ പേ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. അത് ഞങ്ങൾ പേ ചെയ്തത് ഏകദേശം 500 യൂറോയാണ് കേട്ടോ. ആ 500 യൂറോ ഓൺ ടൈം പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോർഗേജ് അഡ്വൈസേഴ്സിന് ഒന്നും പേ ചെയ്യണ്ട. പിന്നെ നമ്മൾ മോർഗേജ് കിട്ടുമ്പോഴത്തേക്കും അവർ നമുക്ക് അവരുടേതായിട്ടുള്ള അവർക്ക് താല്പര്യമുള്ള ഹൗസ് ഇൻഷുറൻസും പിന്നെ ലൈഫ് കവറൊക്കെ അവർ നമ്മൾക്ക് പ്രപ്പോസ് ചെയ്യും. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്താൽ മതി. നമ്മളിപ്പോൾ അവർ മോർഗേജ് പാസ്സായതിനു ശേഷം അവർ പറഞ്ഞ ഹൗസ് ഇൻഷുറൻസ് അല്ല എടുത്തേക്കുന്നത്, അത് മാറ്റിയിട്ട് വേറൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ലൈഫ് കവർ ആണെങ്കിലും അവർ നമ്മളെ സജസ്റ്റ് ചെയ്യും, അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള അവർ ലൈഫ് കവർ നിങ്ങൾക്ക് എടുക്കാം എന്നൊക്കെയുള്ള രീതിയിൽ മോർഗേജ് പ്രൊട്ടക്ഷൻ, ലൈഫ് കവർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ നമ്മളെ സജസ്റ്റ് ചെയ്യും മോർഗേജ് അഡ്വൈസേഴ്സ്. അപ്പോൾ അത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അവർ ത്രൂ എടുക്കാം. അതല്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോയി എടുത്താലും പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ മോർഗേജ് അഡ്വൈസേഴ്സ് ഇതുപോലെ മോർഗേജ് എടുത്തു തരാൻ വേണ്ടി അയർലൻഡിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, കമ്പനികളാണ്. അപ്പം അവർ ത്രൂ പോയതുകൊണ്ട് ഞങ്ങൾ അവർക്കൊരു 500 യൂറോ ഓൺ ടൈം ഫീ എന്നുള്ള രീതിയിൽ അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ, മോർഗേജിന്റെ അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ ബാങ്കിൽ നിന്ന് എടുത്ത് തന്നപ്പോഴത്തേക്കും നമുക്കൊരു 500 യൂറോ അവർക്ക് പേ ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ അടുത്തൊരു ചെലവെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വന്നൊരു ചെലവെന്ന് പറയുന്നത് മോർഗേജ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഹൗസ് എഗ്രീഡ് ആയ സമയം, അഡ്വാൻസ് കൊടുത്ത സമയം നമ്മൾ ഈ ഹൗസിലേക്ക് ഒരു എഞ്ചിനീയർ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു കമ്പനിയെ ഒരാളെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ വന്ന് ഇവിടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഈ വീടിന്റെ സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ വീടിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ എഞ്ചിനീയർ റിപ്പോർട്ട് എടുക്കാൻ ഏകദേശം ഒരു 350 യൂറോ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ചുകൂടെ കൂടിക്കാണും, 350 മുതൽ 400 വരെയൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ എടുക്കുന്ന എഞ്ചിനീയർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീട് എഞ്ചിനീയർ റിപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം ഹീറ്റിംഗ് സിസ്റ്റം ഓക്കെ ആണോ, ബോയിലർ വർക്ക് ചെയ്യുന്നുണ്ടോ, ആറ്റിക് എല്ലാം ഓക്കെ ആണോ, ചിമ്മിനി ഓക്കെ ആണോ, അതുപോലെ വീട് എന്തെങ്കിലും രീതിയിൽ ഡിഫക്റ്റ് ഉണ്ടോ, സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യും. പിന്നെ വീടിന്റെ ഫർണിച്ചറുകളിൽ അല്ലെങ്കിൽ വീടിന്റെ കതവുകളിലൊക്കെ വുഡ് വേമിന്റെ പ്രസൻസ് ഉണ്ടോ, ആറ്റിക്കിൽ വുഡ് വേമിന്റെ പ്രസൻസ് ഉണ്ടോ, എന്തെങ്കിലും രീതിയിൽ ബഗ്ഗുകൾ ആറ്റിക്കിലെ തടികളെ ഇത് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ അവരൊരു ഫുൾ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തരും. അതുപോലെ സെപ്റ്റി ടാങ്ക്, നമ്മളിപ്പം ബംഗ്ലാവ് ആയതുകൊണ്ട് നമ്മൾ സെപ്റ്റി ടാങ്ക് ആണ്, മറ്റേ സെപ്റ്റിക് മെയിൻ ലൈൻ അല്ല. അപ്പം സെപ്റ്റി ടാങ്ക് എന്തോരം ഫില്ലായിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഈ എഞ്ചിനീയർ റിപ്പോർട്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ അവർക്ക് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വീട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും പേ ചെയ്ത് അവരെ നമ്മൾ എഞ്ചിനീയർ റിപ്പോർട്ട് എടുപ്പിക്കണം. അപ്പോൾ അതിന് നമ്മളൊരു 350 മുതൽ എനിക്ക് തോന്നുന്നു ഒരു 400 യൂറോ വരെ, ആ റേഞ്ചിൽ, ഡിപ്പെൻസ് ഓൺ ഓരോ കമ്പനികളാണ്, അവരുടെ അതനുസരിച്ച് നമുക്കൊരു ചെലവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ സെയിൽ അഗ്രീഡ് ആയതിനു ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പം എഞ്ചിനീയർ റിപ്പോർട്ട് എടുത്ത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട് നമുക്ക് ഒഴിവാക്കാനും ഉള്ള ഇതുണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ എഞ്ചിനീയർ റിപ്പോർട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ വീട് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഒക്കെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സെയിലിൽ നിന്ന് നമുക്ക് ഒഴിവാകാനും പറ്റും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു 350 മുതൽ 400 യൂറോ, 350 കൂട്ടിയാൽ മതി, എനിക്ക് തോന്നുന്നു 350 ആണ്, അത്രയും യൂറോ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുണ്ടായ ചെലവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഒരു സർവേക്ക് ഒരാൾ വരും. അപ്പം ബാങ്കിൽ നിന്ന് വന്നിട്ട് അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അഗ്രി ചെയ്ത പ്രൈസിന് ഈ വീട് വെർത്ത് ഉണ്ടോ എന്നുള്ള ഒരു സർവേ ചെയ്യാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ഒരാൾ വരും. അപ്പം അവർക്ക് പേ ചെയ്യേണ്ടത് ഞങ്ങളായിരുന്നു. അത് ഞങ്ങൾ ഒരു 150 യൂറോ അവർക്ക് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് നോക്കിയിട്ട് ഈ വീട് നമ്മൾ എഗ്രി ചെയ്ത 2,10,000 വീടുണ്ടോ എന്ന് സർവേ ചെയ്തിട്ട് ആ റിപ്പോർട്ട് ബാങ്കിനാണ് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് എടുത്തിട്ടാണ് ബാങ്കുകാർ നമുക്ക് മോർഗേജ് പാസ്സാക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ അവര് പറയുവാണ് ഈ വീട് നമ്മൾ അഗ്രി ചെയ്ത പ്രൈസിന് ഇല്ല എന്നുള്ളത് ബാങ്കുകാർക്ക് തോന്നിക്കഴിഞ്ഞാൽ ബാങ്കുകാർ
നമ്മുടെ മോർഗേജ് ഹോൾഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് മോർഗേജ് തരാൻ പറ്റില്ല എന്ന് പറയാനും ചാൻസ് ഉണ്ട്. അതൊക്കെ ഒത്തിരി ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകൾക്ക് ഭയങ്കര ഹൈ ആയിട്ട് ഒരു എമൗണ്ട് ബിഡിങ്ങിനൊക്കെ പോകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ സാധാരണ ബാങ്കിൽ നിന്ന് വന്ന് സർവേ ചെയ്തിട്ട് അങ്ങനെ റിജക്റ്റ് ആവില്ല, മോർഗേജ് റിജക്റ്റ് ആവില്ല. കാരണം ഇവിടെ മോർഗേജ് ഒരു ആവറേജ് റേറ്റ് ഇട്ടിട്ടാണ് എല്ലാ വീടുകളും അപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിലാണ് വിറ്റ് പോകുന്നത്. പിന്നെ ബിഡ് വരുമ്പോൾ എന്തായാലും കുറച്ച് വീടുകൾക്ക് ഹൈ എമൗണ്ട് കയറി പോവും. ചില ബിഡുകൾ ഭയങ്കരമായിട്ട് നല്ല ലൊക്കേഷനൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബിഡ് കയറി നല്ല ഹൈ എമൗണ്ട് പോവും. പക്ഷെ സ്റ്റിൽ എഞ്ചിനീയർ ബാങ്കിൽ നിന്ന് ഒരു സർവേ വരുമ്പോഴത്തേക്കും ഞാൻ റിജക്റ്റ് ആയ കേസ് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ട് ഞാനിതുവരെ എനിക്കങ്ങനെ അറിവില്ല. അപ്പം നമ്മുടെ പ്രോപ്പർട്ടിക്കും ഇതുപോലെ ബാങ്കിൽ നിന്ന് ഒരാൾ വന്നിട്ട് സർവേ ചെയ്തിട്ട് ബാങ്കുകാർക്ക് മോർഗേജ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാങ്കിൽ നിന്നുള്ള സർവേ ആണ്. അതിന് നമ്മളാണ് പേ ചെയ്തിരുന്നത്. അതൊരു 150 euro ആണ് നമ്മൾ പേ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിൽ ഒഴിവാക്കാൻ പറ്റാതെ വരുന്ന ചെലവെന്ന് പറയുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വീട് കണ്ട് ഇഷ്ടപ്പെട്ടു, ആ വീട് വെൽ മെയിൻറ്റൈൻഡ് ആണ്, ഫർണിച്ചർ ഒന്നും നിങ്ങൾക്ക് മാറ്റണ്ട, കർട്ടൻസും കാര്യങ്ങളും പ്ലേറ്റുകളും എല്ലാം അവിടെ ഉണ്ട്, എല്ലാം ഉള്ളൊരു വീടാണ്, റെഡി ടു ഗോ വീടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ചിലവ് മാത്രമേ വരത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പോസിറ്റ് എമൗണ്ട്, അതുപോലെ സോളിസിറ്റർ ഫീ, അതുപോലെ മോർഗേജ് അഡ്വൈസർ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഫീ, അതുപോലെ നമ്മുടെ എഞ്ചിനീയർ റിപ്പോർട്ട് എടുക്കുമ്പോൾ അതെല്ലാം സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. അതുപോലെ ബാങ്കിൽ നിന്നുള്ളൊരു സർവേ വരുമ്പോൾ അതിനുള്ള ഫീ, ഇത്രയും ഫീ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഹൗസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡി ടു ഗോ ആയിട്ട് അവിടെ കയറി താമസിക്കാൻ, നിങ്ങൾക്ക് ഒന്നും മാറ്റണ്ട. അവിടുത്തെ കാർപ്പറ്റുകളോ കാര്യങ്ങളോ പ്ലേറ്റുകളോ ബെഡോ, ചിലപ്പം ചില വീടുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും അവർ ബെഡ് ഉൾപ്പെടെ പ്രൈസ് ഇട്ടായിരിക്കും അവർ വിൽക്കാനിടുന്നത്, ഫർണിച്ചർ ഉൾപ്പെടെ ആയിരിക്കും വിൽക്കാനിടുന്നത്. അപ്പോൾ അവരത് പ്രത്യേകം പറയും, ഇതിനകത്ത് ഫർണിച്ചറോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, പ്ലേറ്റുകളോ കാര്യങ്ങളോ റെഡി ടു ഗോ ആയിട്ട് ആണ് ഞങ്ങളിത് വിൽക്കാനിട്ടേക്കുന്നത്. ഈവൻ ഫർണിച്ചർ അപ്ലയൻസസ് എല്ലാം അതുപോലെ വിൽക്കാനിടുന്ന ഒരു വീടാണ് നിങ്ങൾ അഗ്രി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ചിലവുകളെ വരത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കേസ് അവിടെ കിടക്കുന്ന ഫർണിച്ചറുകളും കാർപ്പറ്റുകളും അതുപോലെ ബെഡുകളും എല്ലാം നമുക്ക് യൂസ് ചെയ്യാനുള്ളൊരു തോന്നലും കൂടെ വേണം. ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല, കാരണം അതൊക്കെ മാറ്റി നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിന് മാറ്റാം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ചിലവുകൾ വരും. അപ്പം റെഡി ടു ഗോ ആയിട്ട് ഒരു വീട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഹൗസ് നമുക്ക് കിട്ടുവാണ്, വിത്ത് ഓൾ ഫർണിച്ചർ, ഓൾ അപ്ലയൻസസ്, ഓൾ പ്ലേറ്റുകൾ എല്ലാം അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും ചിലവുകളെ വരത്തുള്ളൂ കേട്ടോ. ഇത്രയും ചിലവുകൾ നമ്മൾ കയ്യിൽ കരുതി കഴിഞ്ഞാൽ നമുക്ക് റെഡി ടു ഗോ ആയിട്ടുള്ളൊരു സെക്കൻഡ് ഹാൻഡ് ഹൗസിൽ കയറി താമസിക്കാം. അവർ കീ നമുക്ക് തരും, അപ്പം തന്നെ നമുക്ക് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്താൽ അവിടെ റെഡി ആയിട്ട് നമുക്ക് താമസിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലൊന്ന് കൂട്ടിയും കൂടെ നോക്കാം. അപ്പൊ ഞങ്ങൾക്ക് ആകെ അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ഡെപ്പോസിറ്റ്, അതുപോലെ സോളിസിറ്റർ ഫീ, അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയർ റിപ്പോർട്ട്, ബാങ്കിന്റെ സൈഡിൽ നിന്നുള്ള റിപ്പോർട്ട്, മോർഗേജ് അഡ്വൈസറിന്റെ ഫീ, ഇതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾക്ക് അയക്കുന്നതെന്ന് പറയുന്നത് 27,470 euro ആണ് ഞങ്ങൾക്ക് സ്പെൻഡ് ആയത് കേട്ടോ. അപ്പം ഇതാണ് ഒരു മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ കയ്യിൽ എന്തായാലും കരുതേണ്ടത്. അപ്പം റെഡി ടു ഗോ വീടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡി ആയിട്ട് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെലവുകൾ മാത്രമേ നമുക്ക് വരത്തുള്ളൂ. പക്ഷേ ഇനിയാണ് നമ്മുടെ എക്സ്ട്രാ ചെലവുകൾ വരുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മളുടെ ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു വീടിനെ നോക്കി കാണുന്നു, ഇതെല്ലാം ബേസ് ചെയ്തായിരിക്കും. ഇനിയിപ്പം ഞങ്ങളുടെ കാര്യം പറയാം. നമുക്ക് ഇത്രയും കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ എഗ്രീഡ് ആയിട്ട് കിട്ടിയ വീടെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു 20 year പഴക്കമുള്ള ഒരു വീടാണ്. അപ്പൊ ഞാൻ എന്തായാലും എൻ്റെ ഫോട്ടോ കാണിച്ചേക്കാം. അതിന്റെ പെയിന്റ്, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ മോൾഡ് ഉണ്ടായിരുന്നു, പെയിന്റിങ് നമുക്ക് ഇഷ്ടമല്ലായിരുന്നു, അതുപോലെ പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ചുറ്റും. അപ്പൊ ഇതെല്ലാം നമുക്ക് മാറ്റാൻ വേണ്ടി, അങ്ങനെയാണ് നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് വീട് എഗ്രീഡ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി കുറെ എക്സ്ട്രാ ചെലവുകൾ, അതിനു വേണ്ടിയുള്ള പൈസകൾ എല്ലാം നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം. ഇനിയിപ്പം ഞങ്ങളുടെ വീട് ഈ കാണുന്ന വീടാക്കി മാറ്റിയെടുക്കാൻ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൽ വരുന്ന ചെലവുകളാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത് ഇനി ഓരോരുത്തർക്കും ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇപ്പം എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ പെയിന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ലീനിങ് പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം കാരണം അത്രയും മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഹൗസ് ആണ്. അവർ ചിലപ്പം ലാസ്റ്റ് പെയിന്റും കൂടെ അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മാർക്കറ്റിൽ വിൽക്കാനിടുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള വീടുകളാണെന്നെങ്കിൽ ഈ ചെലവുകൾക്കെല്ലാം ഡിഫറൻസ് വരും. ഇനിയിപ്പം നമ്മുടെ വീട് നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കാനും നമ്മളിവിടെ എന്തൊക്കെ നമ്മളെ രീതിയിൽ ഇഷ്ടത്തിന് വാങ്ങി വെക്കുന്നുണ്ടോ അതിനെല്ലാം നമ്മുടെ കയ്യിൽ നിന്നുള്ള എക്സ്ട്രാ മണിയാണ് നമ്മൾ ചിലവാക്കുന്നത്. അപ്പം ഞങ്ങൾ ചെയ്തേക്കുന്ന ഇനിയുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പൈസ എന്തൊക്കെയാണ് എക്സ്ട്രാ വന്നേക്കുന്നത് എന്നുള്ളത്.
അപ്പം അത് ഓരോരുത്തരുടെയും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ മൈൻഡിൽ വെച്ചിരുന്നാൽ മതി. അപ്പൊ ഇത് പറഞ്ഞു പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞങ്ങൾ ഈ വീട്ടിൽ എന്തൊക്കെ പണികളും കൂടെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിന്റെ ഒരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ ചെലവുകളും കിട്ടും, അതിന്റെ ഒരു ഐഡിയയും കിട്ടും. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ ഈ വീട്ടിൽ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കീ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളൊരു ലോക്ക് ഡോക്ടർ എന്ന് പറയുന്ന അലിമറയ്ക്ക് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും ഉള്ള കീ മാറ്റുക എന്നുള്ളത്, കീ മൊഡ്യൂൾ മാറ്റി എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. കാരണം ഓപ്ഷണറിന്റെ കയ്യിൽ കീ ചിലപ്പം ഉണ്ടാവും, അതുപോലെ ഇത് റെന്റിന് കൊടുത്തിരുന്ന ഹൗസായിരുന്നു, അപ്പോൾ അവരുടെ കയ്യിൽ കീ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ മൊഡ്യൂൾ മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു ചിലപ്പോൾ €100 അല്ലെങ്കിൽ ഒരു €50 ആ റേഞ്ചിൽ നമുക്ക് എന്തായാലും ഒരു ചിലവ് ഉണ്ടായിരുന്നു. അവരിവിടെ വന്നിട്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും കീ റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയ കീ അവരുടെ നിന്ന് നമ്മൾ പുതിയ ലോക്ക് ഉണ്ടാക്കുകയാണ് ഫസ്റ്റ് ചെയ്തത് കേട്ടോ. പിന്നെ രണ്ടാമത് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾക്ക് വീട് കിട്ടിയതിന്റെ പിക്ചർ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കറിയാം പഴയ രീതിയിലുള്ളൊരു പെയിന്റ് ആയിരുന്നു അടിച്ചിരുന്നത്. പക്ഷെ ആ പെയിന്റ് ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുപോലെ മുകളിലത്തെ ഓടിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പായലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം ചെയ്തത്, നമ്മുടെ വീടിന് ചുറ്റും ടാറായിട്ടേക്കുന്നത്. അപ്പം ടാറിലും ഈ വീടിന്റെ പ്രോപ്പർട്ടി എല്ലാം നമ്മൾ പ്രഷർ വാഷ് ചെയ്തു എന്നുള്ളത്. എന്ന് വെച്ചാൽ ബിൽഡിംഗ് ഫുള്ള് പ്രഷർ വാഷ് ചെയ്തു. അതുപോലെ ടാറെല്ലാം പ്രഷർ വാഷ് ചെയ്ത് ഈ 10 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു കുറേ നാളായിട്ട് കിടക്കുന്ന ചെളികളും പായലും എല്ലാം ക്ലീൻ ആക്കി നമ്മുടെ ടാറ് ഭയങ്കര വൃത്തിയായിട്ട് നമ്മൾ പ്രഷർ വാഷ് ചെയ്യാൻ ഒരു കമ്പനിയെ വിളിച്ച് ഫുള്ള് വീട് ക്ലീനപ്പ് ചെയ്ത് പ്രഷർ വാഷ് ചെയ്തു. പിന്നെ അവരുടെ അടുത്ത് തന്നെ നമ്മൾ പെയിന്റിങ്ങിനുള്ള കൊട്ടേഷനും കൊടുത്തു, ഔട്ട് സൈഡ് പെയിന്റിങ്ങിനുള്ള. അപ്പോൾ അവർ പ്രഷർ വാഷ് ചെയ്തതിന് ശേഷം വീട് ഫുൾ ചുറ്റുപാടും എല്ലാം പ്രഷർ വാഷ് ചെയ്തതിന് ശേഷം, ഇൻക്ലൂഡിങ് ബോയിലർ റൂമാണ്, അതെല്ലാം പ്രഷർ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മുകളിലത്തെ സ്ലേറ്റിൽ അവരൊരു ഡൈ, ഏറ്റവും ഈ സ്ലേറ്റിന്റെ ഡൈ എന്ന് വെച്ചാൽ ഓടിന്റെ ഡൈ തന്നെ പെയിന്റിങ്ങും ചെയ്തു തന്നു. അതുപോലെ വീടിന്റെ ഔട്ട് സൈഡ് പെയിന്റ് നമ്മൾ കളർ ഏതാന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു. അവർ തന്നെ പെയിന്റ് വാങ്ങി പെയിന്റിങ്ങും അവരടിച്ച് ഇപ്പം കാണുന്ന രീതിയിലുള്ള ഒരു ലുക്കായിട്ട് അവർ നമുക്ക് മാറ്റി തന്നു കേട്ടോ. എന്ന് വെച്ചാൽ പഴയ പെയിന്റ് ഒക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. പിന്നെ പുറത്തടിക്കുന്ന പെയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല വെതർ കോട്ടാണ് ഇവിടെ അടിക്കുന്നത്. കാരണം ഇവിടെ തണുപ്പാണല്ലോ. അപ്പം ആ തണുപ്പും പിന്നെ ഇത് മഴയും എപ്പോഴും വരുന്നത് കൊണ്ട് വെതർ കോട്ട് അതൊക്കെ അവർക്കറിയാം, പെയിന്റ് ചെയ്യാൻ വരുന്നവർക്കറിയാം. നല്ല വെതർ കോട്ടാണ് അവർ വാങ്ങി അടിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പുറത്തെ പെയിന്റിങ്. പക്ഷേ ഏണിയൊക്കെ വെച്ച് കയറുന്നതും നമ്മൾ ഇച്ചിരി മെനക്കെടൊക്കെ ആവുന്നത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. ഇനിയുള്ള മെയിൻ്റനൻസ് നമുക്ക് തന്നെ സെയിം പെയിന്റ് ഒക്കെ നമുക്ക് ഭാവിയിൽ വാങ്ങി അടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മുകളിൽ നമ്മുടെ ഓടിൻ്റെത് അവർ സ്പ്രേ പെയിന്റ് ആണ് ചെയ്തത്. അവർ ഒരു സ്പ്രേ നോസിൽ വെച്ചിട്ട് ഫുള്ള് സ്പ്രേ പെയിന്റ് ചെയ്ത് ഡൈ അടിക്കുവാനും ചെയ്തത് കേട്ടോ. അപ്പൊ അതിന് നമ്മൾ ചെലവാക്കിയത് ഏകദേശം €5500. അതിൽ എന്തുകൊണ്ടാണ് അത്രയും യൂറോ ഞങ്ങൾക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ചുറ്റും നല്ല രീതിയിൽ ടാർ ഉണ്ടായിരുന്നു. അപ്പം ടാറ് ഫുള്ള് ക്ലീനപ്പ് ചെയ്തെടുക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ പണി ഉണ്ടായിരുന്നു. അങ്ങ് ഗേറ്റിന്റെ ഫ്രണ്ടിൽ വരെയുള്ള ടാർ ഫുൾ അവർ ക്ലീൻ ചെയ്ത് പിന്നെ ആ വേസ്റ്റ് അവർ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഞങ്ങൾ ഈ സൈഡിൽ കുറെ ചെടികൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വളർന്നു കിടക്കുന്ന കുറെ ചെടികൾ ഞങ്ങൾ കട്ട് ചെയ്ത് മതിലിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അതെല്ലാം ഞങ്ങൾ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വേസ്റ്റ് എല്ലാം ഇവർ എടുത്തോണ്ട് പോകുന്നു കൂടെ പറഞ്ഞായിരുന്നു. അപ്പൊ അതെല്ലാം എടുത്തോണ്ട് പോയി എല്ലാം ക്ലീൻ ആക്കി തന്നതിനാണ് അവർ €5500 ഒറ്റ റേറ്റാണ് പറഞ്ഞത്. ആ റേറ്റ് നമ്മൾ പേ ചെയ്തു. അപ്പം അല്ലാതെ നമ്മൾ ഡെയിലി വിളിച്ച് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നില്ല. ഒരു ഡേറ്റ് പറഞ്ഞ് എഗ്രി ചെയ്ത് എമൗണ്ടും എഗ്രി ചെയ്ത് നമ്മൾ ഡീലാക്കുമായിരുന്നു ചെയ്തത് കേട്ടോ. അത് ഞങ്ങൾ €5500 ഈ ആ പ്രോസസ്സ് ചെയ്തത്. പിന്നെ അടുത്ത നമ്മുടെ മേജർ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ കുറെ വേസ്റ്റുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. വേസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇവരുടെ ഫർണിച്ചറുകൾ എന്ന് വെച്ചാൽ അവരത് വേണ്ടാന്നും പറഞ്ഞ് ഇട്ടിട്ട് പോയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചോന്നും പറഞ്ഞിട്ട് കട്ടിലുണ്ടായിരുന്നു. അതുപോലെ ഹാളിൽ ഒരു സോഫ സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ മുകളിൽ നമ്മുടെ ആറ്റിക്കിൽ കുറെ പഴയ സോഫകളും അതുപോലെ പഴയ കട്ടിലുകളൊക്കെ അവർ സെറ്റ് ചെയ്യാതെ കുറെ ആറ്റിക്കിൽ കുറെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഞങ്ങൾ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ട്രക്കോടെ വന്നിട്ട് അവര് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഞങ്ങൾ കളഞ്ഞു കേട്ടോ. അപ്പം അതിന് ഞങ്ങളെ ഇന്ന് കുറച്ച് എമൗണ്ട് സ്പെൻഡ് ആയിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ വേസ്റ്റ് ഇടുന്ന മറ്റേ ബക്കറ്റ് ഇവിടെ ഓർഡർ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് തന്നെ കൊണ്ടുപോയി എടുത്തുകൊണ്ട് പോകുന്നതിന് ചെലവ് കുറവാണ്. പക്ഷെ ഞങ്ങൾ ട്രക്ക് വിളിച്ചിട്ടാണ് കളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ കുറച്ച് പൈസ സ്പെൻഡ് ആയിട്ടുണ്ട്. പക്ഷെ ട്രക്ക് വിളിച്ച് ഞങ്ങൾ കളഞ്ഞുകൊണ്ട് ഞങ്ങൾക്കുള്ളൊരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും ഞങ്ങൾ ഫിസിക്കലി ഒന്നും ഞങ്ങൾ എടുത്ത് പൊക്കേണ്ടി വന്നില്ല. അവർ 2 പേര് വന്നിട്ട് ആറ്റിക്കിൽ കയറിയിട്ട് ഈ ഫർണിച്ചറുകളും ആറ്റിക്കിൽ വലിയൊരു സോഫയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് അതിന്റെ സോഫ ഒക്കെ മുകളിൽ കയറ്റി അവർ ഇട്ടു എന്നുള്ളത്. കാരണം അവർ തിരിച്ചെടുത്തത് അത്രയും ബുദ്ധിമുട്ടിയായിരുന്നു.
പിന്നെ അതുപോലെ സെറ്റ് ചെയ്യാതെ കുറേ കട്ടിലുകൾ, പിന്നെ മാട്രസുകൾ, പഴയ മാട്രസുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ആറ്റിക്കൽ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഡംപ് ചെയ്ത് എടുത്ത് മാറ്റി. പിന്നെ അതുപോലെ ഇവിടെ വലിയൊരു ഡൈനിങ് ടേബിള്, ഫർണിച്ചറുകൾ. അപ്പൊ ഇവർ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഈ ഡൈനിങ് ടേബിൾ പുറത്തിട്ടിട്ട് എല്ലാം പല പീസാക്കി ഇടിച്ചു പൊളിച്ചിട്ടാണ് ഇവരെടുത്തോണ്ട് പോകുന്നത്, ട്രക്കിൽ എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ 2-3 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾക്ക് സ്പെൻഡ് ആയത് ഏകദേശം 1300 യൂറോയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുക, ഞങ്ങൾ വേസ്റ്റിന് വേണ്ടി മാത്രം ഞങ്ങൾ ഏകദേശം 1300 യൂറോ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറെ വേസ്റ്റുകൾ ഞങ്ങൾ ഇവിടെ ഓരോ സാധനങ്ങൾ വരുമ്പം കാർഡ് ബോർഡുകൾ അതെല്ലാം നമ്മളിങ്ങനെ ഈ ഇവിടെ സെൻട്രയിൽ ഞങ്ങൾ തന്നെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഓരോ വട്ടം ഡിസ്പോസ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ആകുമായിരുന്നു. കാരണം അവിടെ 9 യൂറോ വെച്ചിട്ടായിരുന്നു കൂപ്പൺ. അപ്പോൾ ആ 9 യൂറോ കൂപ്പൺ ഡിസ്പോസ് ചെയ്യുന്നതിന്റെ കൂപ്പൺ വാങ്ങുന്നതിന് തന്നെ നമുക്ക് സ്പെൻഡ് ആകുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വേസ്റ്റും മാനേജ് ചെയ്ത് ഞങ്ങൾ എടുത്ത് കളഞ്ഞതിനാണ്, എല്ലാത്തിനൂടെ ചേർത്താണ് ഈ 1300 യൂറോ എന്നുള്ള രീതിയിൽ ഒരു എമൗണ്ട് ഞങ്ങൾക്ക് വന്നത് കേട്ടോ. അപ്പൊ അത് ഡിപ്പെൻസ് ആണ്. ചില വീടുകളെല്ലാം ക്ലീൻ ആയിരിക്കും. ഇപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നമുക്ക് ഭാവിയിൽ പതുക്കെ എടുത്ത് കളഞ്ഞാൽ മതി എന്നുണ്ടെങ്കിലും നമുക്ക് ആ ചിലവ് വരില്ല. പക്ഷെ ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കിട്ടുമ്പോൾ നല്ല ക്ലീൻ ആക്കി എല്ലാം എടുത്ത് കളയണം എന്നുള്ള രീതിയിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ഫുൾ എംപ്റ്റി ചെയ്തത്. ഫുള്ള് വേസ്റ്റ് ഞങ്ങൾ ഫർണിച്ചറുകളാണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിയ എല്ലാ സാധനങ്ങളും, ഫർണിച്ചറുകൾ, അതുപോലെ ഡൈനിങ് ടേബിള്, അതുപോലെ പഴയ സോഫ സെറ്റ്, അതെല്ലാം ഞങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് ഫുൾ ക്ലീൻ ആക്കി. അപ്പം അങ്ങനെ എടുത്ത് കളഞ്ഞതിന് ഞങ്ങൾ കൊടുത്ത വേസ്റ്റ് മാനേജ്മെന്റിനുള്ള പൈസയാണ് ഈ പറഞ്ഞ 1300 യൂറോ കേട്ടോ. പിന്നെ നമ്മളുടെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ വീടിനകത്ത് ഡീപ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡീപ് ക്ലീൻ ചെയ്യുന്ന 2 പേരെ വിളിച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് ഫുള്ള് ഡീപ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അവർ ചെയ്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ്, അതുപോലെ എല്ലാ റൂമുകളും അവർ പല പല സൊല്യൂഷൻസ് ഒഴിച്ച് എല്ലാ സ്ഥലവും ഈ ഫർണിച്ചറുകളും ഈ ഡോറുകളും കട്ടളകളും അതുപോലെ നമ്മൾ ഈ കിച്ചൺ ക്യാബിനറ്റ് എല്ലാം ഞങ്ങൾ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർ ഓരോ സൊല്യൂഷൻസ് വെച്ചിട്ട് ഫുള്ള് 2 പേര് വന്നിട്ട് ഡീപ് ക്ലീൻ ചെയ്തായിരുന്നു. അതും നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്, ഒരു ഇച്ചിരി മെനക്കെടുവാന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ മാക്സിമം നമ്മളായിട്ട് ഫിസിക്കൽ എഫേർട്ട് കുറച്ച് മാക്സിമം ആൾക്കാരെ വിളിച്ചാണ് ഞങ്ങൾ ചെയ്യിപ്പിച്ചത്. അതുപോലെ പെട്ടെന്ന് പണി തീരും. എന്ന് വെച്ചാൽ പുറത്ത് പണി നടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റുള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ അകത്തും ഈ ഡീപ് ക്ലീൻ എല്ലാം കൂടെ ഒരേപോലെ നടന്നു പൊയ്ക്കോളും. അപ്പൊ അങ്ങനെ ഡീപ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 350 യൂറോയാണ് അവർക്ക് സ്പെൻഡ് ചെയ്തത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു വട്ടം നമ്മൾ ഫസ്റ്റ് ആയിട്ട് വീടിനകത്ത് കയറുവാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഫുള്ള് ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ചിലന്തി വലകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഡസ്റ്റുകൾ ഒരുപാട് അടിഞ്ഞു കൂടുന്ന ചില കോർണേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഇവർ നല്ല രീതിയിൽ വൈപ്പ് ചെയ്ത് ആ ഡസ്റ്റുകളെല്ലാം എടുത്ത് കളയും. പിന്നെ നമ്മളെ റേഡിയേറ്റേഴ്സിന്റെ കവർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനകത്ത് വാക്വം ക്ലീനർ വെച്ചിട്ട് വാക്വം ഇട്ട് ആ റേഡിയേറ്ററിൽ അടിഞ്ഞിരിക്കുന്ന ആ പൊടികളെല്ലാം അവർ ക്ലീൻ ആക്കി തരും. അല്ലെങ്കിൽ നമുക്ക് റേഡിയേറ്ററിന്റെ കവറിൽ കൂടെ നോക്കുമ്പോൾ അടിയിലോട്ട് ഇങ്ങനെ പൊടി ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ ഇവരുടെ കൂടെ തന്നെ നിന്ന് നമ്മൾ റേഡിയേറ്ററിന്റെ കവറൊക്കെ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ ഡീപ് ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ അവർക്ക് നമ്മൾ പേ ചെയ്തത് ഏകദേശം 350 യൂറോ ആണ്. ഡീപ് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പല രീതിയിൽ കിട്ടും. ഈ റേഞ്ചിലും അതിൽ കൂടുതലും അതുപോലെ കുറച്ചിട്ടുള്ള റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഡിപ്പെൻസ് ഓൺ അവൈലബിലിറ്റി കേട്ടോ. പിന്നെ നമ്മൾ ചെയ്ത അടുത്ത കാര്യമാണ് ചിമ്മിനി ക്ലീനിങ് എന്ന് പറയുന്നത്. ചിമ്മിനി ക്ലീനിങ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി 2 ചിമ്മിനി ഉണ്ട്. ഒന്ന് നമ്മുടെ കിച്ചണിലിരിക്കുന്ന ചിമ്മിനി, രണ്ടാമതിരിക്കുന്നതെന്ന് വെച്ചാൽ ഹാളിലിരിക്കുന്ന ചിമ്മിനി. അതിൽ കിച്ചണിലിരിക്കുന്ന ഫയർ പ്ലേസ് കത്തിക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം ചൂടാവുകയും ചെയ്യും. അതുപോലെ നമ്മുടെ റേഡിയേറ്ററുമായിട്ടും കണക്റ്റഡ് ആണ്. അതിനെ സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഫ്രണ്ടിൽ ഹാളിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡ് അലോൺ ഫയർ പ്ലേസ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു ചിമ്മിനി ക്ലീനിങ് ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട് ആ 2 ചിമ്മിനികളും ഞങ്ങൾ ക്ലീൻ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ വന്ന ആൾ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഫയർ പ്ലേസ് തുറന്നിട്ട് ഫയർ പ്ലേസിൽ കൂടെ തന്നെയാണ് ചിമ്മിനി ക്ലീൻ ചെയ്യുന്ന ആ റോഡ് കയറ്റി ചെയ്തിട്ട് ചിമ്മിനി ക്ലീൻ ചെയ്തെടുത്തത്. പിന്നെ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വീടിന്റെ മുകളിൽ കയറിയിട്ട് അവിടുന്ന് താഴോട്ട് ചിമ്മിനി ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യും. എന്നിട്ട് പൊടിയൊന്നും പുറത്താവാതെ അവർ ഫയർ പ്ലേസിനകത്ത് തന്നെ വാക്വം വെച്ചിട്ട് ഈ വരുന്ന പൊടി അവർ സക്ക് ചെയ്തെടുക്കുകയോ ചെയ്യുന്നത്. അപ്പം ചിമ്മിനി ക്ലീനിങ്ങിന് ഞങ്ങൾക്ക് സ്പെൻഡ് ആയത് ഏകദേശം ഒരു 80 യൂറോ ആണ് കേട്ടോ. അപ്പം അത് വലിയ ചിലവില്ല. പിന്നെ ചിമ്മിനി ക്ലീൻ ചെയ്തിട്ട് അവർ ഞങ്ങൾക്ക് പോകാൻ നേരം ചിമ്മിനി ക്ലീനിങ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റും തരും കേട്ടോ. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ വെച്ചേക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ ഇൻഷുറൻസിന് അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിമ്മിനി എന്നാണ് ക്ലീൻ ചെയ്തേക്കുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് ആ പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് പറഞ്ഞതാണ്, ഇത് ക്ലീൻ ചെയ്യാൻ വന്ന ആള് പറഞ്ഞാണ്. അതുപോലെ നമുക്ക് ചിമ്മിനി ക്ലീനിങ് സർട്ടിഫിക്കറ്റും നമുക്ക് തന്നു. അപ്പം അത് വർഷാവർഷം ക്ലീൻ ചെയ്യുന്നത് നല്ലതാണെന്നാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടോ.
അപ്പം അതിന് 80 euro ആണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് വന്ന അടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എഞ്ചിനീയർ റിപ്പോർട്ട് എടുത്തപ്പോൾ ഓൾറെഡി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റിക് ടാങ്ക് നിറയാറായിട്ടുണ്ട്, അപ്പോൾ അത് ക്ലീൻ ചെയ്യണമെന്ന് എഞ്ചിനീയർ റിപ്പോർട്ടിൽ ഓൾറെഡി നമുക്ക് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു കമ്പനിയെ ഓൺലൈനായിട്ട് കണ്ടിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓൺലൈനായിട്ട് കണ്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അവർ കോട്ട് പറഞ്ഞത് ഏകദേശം 400 euro ആണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ പാറ്റ് ഞങ്ങളുടെ നൈബറാണ്. അപ്പം അതുപോലെ ഞങ്ങൾ പാറ്റിനെ കോൺടാക്ട് ചെയ്ത് പല ആൾക്കാരുടെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ വില്ലേജിലെ ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾ പല ആൾക്കാരുടെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഞങ്ങൾക്ക് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ലോക്കലി ഉള്ള തന്നെ ഒരാളെ നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ വലിയ ട്രാക്ടറിൽ വന്നിട്ട് അവർ സെപ്റ്റിക് ടാങ്കിൽ പൈപ്പ് ഇറക്കിയിട്ടിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അവർ ഫാമിലൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഈ പശുവിൻ്റെയൊക്കെ തൊഴുത്തിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അവരെ ഞങ്ങൾക്ക് കോട്ട് ചെയ്തിട്ട് ഞങ്ങൾ പേ ചെയ്തത് വെറും 150 euro ആണ് കേട്ടോ. അപ്പം 400 euroയിൽ നിന്ന് 150 euro ആണ് നമുക്ക് ഇവിടെ ലോക്കലി ഒരാളെ കിട്ടിയപ്പോഴത്തേക്കും ആ ഒരു വ്യത്യാസം വന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു 150 euro സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പുറത്ത് പോസ്റ്റ്മാൻ നമുക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷീനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് കുഞ്ഞൂസിന് ഒരു ചെറിയ ബ്ലോക്ക് പോലെ ഇങ്ങനെ അടുക്കി കളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സാധനം കേട്ടോ. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൂസിൻ്റെ ടാബിലിടാൻ വേണ്ടി ഐപാഡിലിടാൻ വേണ്ടി ഒരു ചെറിയ കവറാണ് കേട്ടോ. അപ്പോൾ അതിന് ഓൾറെഡി ഇപ്പോൾ ഇട്ടേക്കുന്ന സ്റ്റാൻഡ് ചീത്തയായിപ്പോയി. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയൊരു കവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നാസ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നാസയുടെ അതുപോലെ ബ്ലാക്ക് കളർ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പം ബ്ലാക്ക് കളറിൻ്റെ ഒരു ഹുഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നാസയുടെ ഒരു ഹുഡി. അപ്പം നമുക്ക് ഇത് വലിയ പൈസയൊന്നുമില്ല, ഞാൻ ഷീനിന്ന് ഓർഡർ ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, ഇവരുടെ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, പിന്നെ നാസ ഞാൻ ഫോളോ ചെയ്യുന്നത്, അവരുടെ അപ്ഡേറ്റുകളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതൊരെണ്ണം വാങ്ങണമെന്ന് വിചാരിച്ചു, അങ്ങനെ ഇതൊരെണ്ണം വാങ്ങിയതാണേ. അപ്പം ബാക്ക് ടു ടോപ്പിക്. പിന്നെ നമ്മൾ ചെയ്ത അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലംബറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും നമ്മളിവിടെ ലോക്കലി ഞങ്ങൾക്ക് കണക്ഷൻ കിട്ടിയതാണ്. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. എന്ന് വെച്ചാൽ അധികം നമുക്ക് ചാർജ് ചെയ്യത്തില്ല. പിന്നെ നമുക്കിപ്പോൾ ഒരു ലീക്ക് കുറച്ച് നാൾ മുന്നേ ഒരു ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഫിക്സ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ അത് കുളമാക്കി, കുറച്ചധികം വലിയ ലീക്കായി. അപ്പം അത് പുള്ളി വന്നിട്ട് ഫുള്ള് ക്ലീൻ ആക്കി ചെയ്ത് തന്നിട്ട് പോയിട്ട് പുള്ളി പൈസ വാങ്ങിയതേ ഇല്ല. പക്ഷെ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും പുള്ളി പൈസ വാങ്ങാതെ പോയിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി ഇവിടുത്തെ ലോക്കലാണ്. പിന്നെ പുള്ളി നല്ലൊരു മനുഷ്യനാണ്. അപ്പം പാറ്റ് എന്നാണ് പേര്, നല്ലൊരു മനുഷ്യനാണ്. അപ്പം പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ലോക്കലി തന്നെ ഞങ്ങൾക്ക് പുള്ളിക്ക് കോണ്ടാക്ട് കിട്ടിയതാണ് ഞങ്ങൾ. അപ്പം ഇതുപോലെ വീട് വാങ്ങിയ സമയം പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് ടാപ്പുകളും കാര്യങ്ങളൊക്കെ മാറ്റണമായിരുന്നു. കാരണം ഞങ്ങളുടെ ഇഷ്ടത്തിനുള്ള ടാപ്പുകളല്ലായിരുന്നു. പിന്നെ ചില ടാപ്പിൽ ഓൾറെഡി ചെറിയ ലീക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ടാപ്പൊക്കെ വാങ്ങുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിനുള്ള ടാപ്പുകളും ഫിറ്റിങ്സുകളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഈ പുള്ളിയുടെ കോൺടാക്ട് കിട്ടിയപ്പോഴത്തേക്കും പുള്ളിയെ വിളിച്ച് ഞങ്ങൾ അന്ന് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി ബോയിലർ സർവീസും ചെയ്യും, അതുപോലെ പ്ലംബിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ആളാണ്. ചെറിയ ടൈലിങ് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ ഞങ്ങൾക്ക് ഓയിൽ ഹീറ്റിംഗ് ആണുള്ളത്. ഈ ഇരിക്കുന്ന 2 ഫയർ പ്ലേസ് അല്ലാതെ ഞങ്ങൾക്കുള്ള രണ്ടാമത്തെ ഹീറ്റിംഗ് സിസ്റ്റം ആണ് സെൻട്രലൈസ്ഡ് ഓയിൽ ഹീറ്റിംഗ്. അപ്പോൾ ഓയിൽ ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കെറോസിൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബോയിലർ വെച്ചിട്ട് കെറോസിൻ ചൂടാക്കിയിട്ട് ഓയിൽ ഹീറ്റിംഗ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ പ്ലംബറിനെ നമുക്ക് കിട്ടിയപ്പോഴത്തേക്കും പുള്ളി ബോയിലർ സർവീസും ചെയ്യുന്ന ആളാണ്, അതുപോലെ പ്ലംബറും കൂടിയാണ്. അപ്പൊ ഞങ്ങൾ പുള്ളിയെ വെച്ചിട്ട് ബോയിലറും സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ബാത്റൂമിലെ കുറച്ച് ഫിറ്റിംഗ്സും പുള്ളിയെ കൊണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിയാണ് നമുക്ക് ഡിഷ് വാഷർ ഒക്കെ വാങ്ങിയപ്പോഴത്തേക്കും ഡിഷ് വാഷർ എല്ലാം കണക്ട് ചെയ്ത് പ്രോപ്പർ ആക്കി തന്നതും. പിന്നെ നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ എപ്പോഴും നമ്മൾ മറ്റേ പ്രഷർ വാഷ് വെക്കുമല്ലോ, അപ്പം അതും നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും പുള്ളിയെ കൊണ്ടാണ് നമ്മൾ കണക്ട് ചെയ്യിപ്പിച്ചത്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നതിന് നമ്മൾ പുള്ളിക്ക് കൊടുത്ത പൈസ എന്ന് പറയുന്നത് ഏകദേശം 700 euro ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലോക്കലി ഇങ്ങനെ പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ചീപ്പ് റേറ്റിന് ഇതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് എനിക്കൊന്ന് ഈ കൗണ്ടി ലൈഫിന്റെ ഒരു പ്രത്യേകതയാണ്. അവരധികം ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞു വാങ്ങി പൈസ വാങ്ങിയെടുക്കുന്ന ഒരാൾക്കാരല്ല.
ചില ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ വിളിച്ച് നമ്മൾ അവസാനം പൈസ അടിച്ചേൽപ്പിക്കേണ്ട അവസ്ഥ വരെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ലക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് വില കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ ഈ ഓയിൽ ഹീറ്റിംഗ് ഉള്ള വീടിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വർഷാവർഷം നമ്മൾ ബോയിലർ സർവീസ് ചെയ്യണം എന്നാണ്. ഈ ബോയിലർ എന്ന് പറയുന്നത് നമ്മുടെ ശരിക്ക് വണ്ടിയുടെ എഞ്ചിൻ പോലെ തന്നെ ഈ കെറോസിൻ എടുത്ത് കത്തിച്ചിട്ട് അതുവഴിയാണ് ഹീറ്റ് തരുന്നത്. അപ്പം റെഗുലറായിട്ട് നമ്മൾ ഓയിൽ ഹീറ്റിംഗ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വർഷാവർഷം ബോയിലർ സർവീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ബോയിലറിന്റെ എന്തോ പ്രഷറോ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതൊക്കെ എന്തെങ്കിലും മാറിപ്പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബോയിലർ കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വീട് വാങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഈ പ്ലംബറിനെ വിളിച്ച് ബോയിലർ കാണിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു നമ്മുടെ ബോയിലറിന് കുഴപ്പമൊന്നുമില്ല, ഇത് ചീത്തയാവോ എന്തെങ്കിലും ഇത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ബോയിലറിലേക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് ഓക്കെയാണ്, ഇത് ഗുഡാണ്, അത് റൺ ചെയ്ത് പൊയ്ക്കോളും എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി സർവീസ് ചെയ്ത് തന്നത് കേട്ടോ. പിന്നെ ഈ പ്ലംബറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി നല്ല മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുള്ളിയുടെ പേര് പാറ്റെന്ന് തന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. പാറ്റെന്നാണ് പുള്ളിയുടെ പേര്. അതുപോലെ ഞങ്ങളുടെ നൈബറിന്റെ പേരും നിങ്ങൾക്ക് അറിയാമല്ലോ, പാറ്റെന്ന് തന്നെയാണ്. അപ്പം ഈ പ്ലംബറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ നൈബറിന്റെ പാറ്റിന്റെ ഇതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചിമ്മിനി ഇവിടെ പ്രഷർ വാഷ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ ചിമ്മിനി സ്ലാബിനകത്ത് ഒരു ചെറിയ ക്രാക്ക് ഉണ്ടായിരുന്നു. അപ്പം ആ ക്രാക്ക് വഴി വെള്ളം ഇറങ്ങാൻ വേണ്ടിയുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മൾ ആ ക്രാക്ക് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അതുവഴി വെള്ളം ഇറങ്ങി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ചിമ്മിനിയുടെ ഓൾ സ്ട്രക്ചറിൽ വെള്ളം ഇറങ്ങും. അപ്പൊ ആ ക്രാക്ക് അടയ്ക്കാൻ വേണ്ടി ഞങ്ങളുടെ നൈബർ ആയിട്ടുള്ള പാറ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നൈബർ എന്ന് പറയുന്ന പാറ്റ് ഇതുപോലെ റൂഫും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്ന കാർപ്പൻറ്ററാണ്. പിന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ നൈബർ പാറ്റിന്റെ തന്നെ വീടാണ് ഇത് കേട്ടോ. ഈ വീട് അവർ വിറ്റിട്ട് തൊട്ടപ്പുറത്ത് അവർ കുറച്ചുകൂടെ വലിയ വീട് പണിയുമാണ് ചെയ്തത്. അപ്പം ഈ വിറ്റുപോയ ഈ വീട് കറങ്ങിത്തിരിഞ്ഞാണ് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ വന്നേക്കുന്നത്. പല ആൾക്കാരുടെ കയ്യിലും പോയിട്ട് അവസാനം റെന്റിന് കൊടുത്ത് പിന്നെയാണ് ഓണർ സെല്ല് ചെയ്തപ്പോഴാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അത് വേറൊരു സ്റ്റോറിയാണ്, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പം നമ്മുടെ ചിമ്മിനിയിൽ ഇതുപോലെ ക്രാക്ക് ഉണ്ടായിരുന്നു. ആ ക്രാക്ക് നമ്മൾ പാറ്റിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും പാറ്റ് വന്ന് ഫില്ല് ചെയ്ത് എല്ലാം പ്രോപ്പറാക്കി ഫുള്ള് സെറ്റാക്കി തന്നു. കാരണം പാറ്റ് ഓൾറെഡി ഒരു റൂഫ് എക്സ്പേർട്ടാണ്. അതുപോലെ 2-3 ഓടുകൾക്ക് മിസ്മാച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും പാറ്റ് ചെയ്തു തന്നു കേട്ടോ. ഇത് ഞാൻ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞങ്ങൾക്ക് 5 പൈസ ചിലവായിട്ടില്ല. അത് പാറ്റിൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും പാറ്റ് പൈസ വാങ്ങുന്നതുമില്ല. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ പറഞ്ഞു പാറ്റ് എത്ര രൂപയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നമ്മൾ പേ ചെയ്യാം. എന്നിട്ട് പാറ്റ് പറയും ഞാൻ ഉടനെ ബില്ല് കൊണ്ടുതരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്കിപ്പായി പോവുക. അപ്പൊ അവസാനം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ഇനി പബ്ബിൽ മീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഫുള്ള് ഇത് ചെയ്തേക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ പബ്ബിൽ മീറ്റ് ചെയ്യാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പരിപാടി വരുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇവന്റുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നൈബേഴ്സ് എല്ലാം കൂടെ ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് മെസ്സേജ് ഇടും. അപ്പൊ ഞങ്ങൾ പബ്ബിൽ മീറ്റ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു റൗണ്ട് ബിയർ വാങ്ങാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോന്ന് ഇത് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ 2 നൈബേഴ്സിനെ കിട്ടിയത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഞങ്ങളും തിരിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് പുല്ല് വെട്ടി കൊടുക്കും, ഞങ്ങൾ ഓഫാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തിരിച്ച് ഞങ്ങൾക്ക് വെട്ടിത്തരാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പൊ അപ്പുറത്തെ നൈബറിന്റെ പേരാണ് ഡേസ് എന്ന് പറയുന്നത്. അപ്പൊ ഡേസിനെ കുറിച്ചും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്ത് തന്നത് ഡേസ് ആണ്. കാരണം ഇവിടെ എല്ലാം കിടന്നിരുന്ന കുറച്ച് ഓൾഡ് ഫാഷൻ ലൈറ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് ലൈറ്റുകളെല്ലാം മാറ്റിയപ്പം അതെല്ലാം ഫിക്സ് ചെയ്ത് തന്നത് ഡേസ് ആണ്. അപ്പം അതും ഞങ്ങളുടെ ഒന്നും പുള്ളിക്കാരൻ വാങ്ങിയിട്ടില്ല. അന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫോർ നൈബേഴ്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം എപ്പോഴും ഞങ്ങൾ ഇവരെ 2 പേരെയൊക്കെ ഒരുമിച്ച് ഞങ്ങൾ പബ്ബിൽ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ എന്തായാലും തിരിച്ച് ഇതുപോലെ നമ്മൾ ബിയർ വാങ്ങിക്കൊടുക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ. അത് ഇതിന്റെ പേരിലല്ല കേട്ടോ, അല്ലാതെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബിയർ അങ്ങോട്ട് 2 ഗിന്നസ് വാങ്ങിക്കൊടുത്താൽ ഇവരിങ്ങോട്ട് 2-3 ഗിന്നസ് ഇങ്ങോട്ട് വാങ്ങിത്തരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇത്രയും സപ്പോർട്ടീവായിട്ട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 നൈബേഴ്സിനെ കിട്ടിയത്. അത് ഞങ്ങൾ ഒത്തിരി താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഈ പ്ലംബറിന്റെ കേസ് പറഞ്ഞു വന്നപ്പോഴത്തേക്കും അതിലൂടെ ഇങ്ങനെ കയറിപ്പോയതാണ്. അപ്പം ഞങ്ങൾക്ക് ഈ 2 ഇതിൽ ഞങ്ങൾക്ക് പൈസ സ്പെൻഡ് ആയിട്ടില്ല. ഈ പറഞ്ഞ ലൈറ്റ് മാറ്റുന്നതിലും അതുപോലെ ചിമ്മിനിയിൽ ആ ക്രാക്ക് അടയ്ക്കുന്നതിലും ഞങ്ങൾക്ക് നൈബർ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പാറ്റും അതുപോലെ ഡേസും ഹെൽപ്പ് ചെയ്തുകൊണ്ട് അതിന് ഞങ്ങൾക്ക് പൈസ സ്പെൻഡ് ആയിട്ടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് എടുത്തു പറയാനുണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ വീടിന്റെ കീ കയ്യെ കിട്ടുന്ന സമയം ഏകദേശം ഒരു സമ്മറിന്റെ ടൈമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ ഫ്രണ്ടിലത്തെ പുല്ല് ഫുള്ള് നല്ല ഹൈറ്റിൽ, ഏകദേശം മുട്ടിന് മുകളിൽ ഹൈറ്റിൽ ഇങ്ങനെ നെല്ല് വളർന്ന് കിടക്കുന്ന പോലെ ഇങ്ങനെ വളർന്ന് കിടക്കുമായിരുന്നു.
അപ്പം ഇതുപോലെ പാറ്റാണ് അന്ന് ഞങ്ങളെ ഫുള്ള് പാറ്റിൻ്റെ ട്രാക്ടർ കൊണ്ടുവന്ന് വെട്ടി പുല്ലെല്ലാം വെട്ടി ക്ലീൻ ആക്കിയിട്ട് പാറ്റ് മറ്റേ ടോ ചെയ്യുന്ന ഇത് കൊണ്ടുവന്നിട്ട് പുല്ലെല്ലാം എടുത്തിട്ട് പാറ്റിൻ്റെ ഫാമിൽ കൊണ്ടുപോയിട്ട് പശുവിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയത് കേട്ടോ. അതിനും പാറ്റ് ഇതുപോലെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയോ കാര്യങ്ങളോ ഒന്നും ഇത് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾക്കും അതുപോലെ അങ്ങോട്ട് എന്ന് വെച്ചാൽ ഇവർ ഹെൽപ്പ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഞങ്ങൾക്കും എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളും ഇതുപോലെ പുല്ലൊക്കെ വെട്ടുമ്പോഴത്തേക്കും നമ്മൾ അവർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ ഒരു കാര്യം കണ്ടിട്ടല്ല അവർ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്കും ആ ഒരു തിരിച്ചും അതുപോലെ നമുക്ക് ഇവിടെ ജീവിക്കുമ്പോൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഇവരുടെ ഈ ഒരു സപ്പോർട്ട് കാണുമ്പോഴത്തേക്കും. അപ്പൊ ഇനി നമുക്ക് വീണ്ടും മാറ്ററിലേക്ക് വരാം. ഇടയ്ക്ക് മാറ്റർ ഒന്ന് മാറിപ്പോയി, സോറി. ഇനി ഞങ്ങൾ ഓൺലൈൻ പർച്ചേസസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഭിത്തിയിൽ വെക്കുന്ന ഭംഗിയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലൈറ്റുകൾ, കൂടുതലും ഈ ഇങ്ങനത്തെ LED ലൈറ്റ്സുകൾ ഞങ്ങൾ ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഡിഫറെൻറ്റ് മോഡൽസുകൾ കിട്ടും, ഇവിടുത്തെ ഷോപ്പുകളിൽ കിട്ടും. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ വെറൈറ്റി സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡിഫറെൻറ്റ് മോഡൽസുകൾ കിട്ടും. അപ്പം അങ്ങനത്തെ ലൈറ്റുകൾ, പിന്നെ ആമസോണിൽ നിന്ന് കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡെക്കറേഷൻ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ ചെറിയ പ്ലാസ്റ്റിക് ചെടികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ആമസോണിൽ നിന്നും ഈ പറഞ്ഞ പോലെ ടെമൂന്ന്, ഷെയ്നിന്ന്, അങ്ങനെ കുറേ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഓൾമോസ്റ്റ് സ്പെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3500 യൂറോയാണ് കേട്ടോ. അത് ഈ പറഞ്ഞ ലൈറ്റുകൾ മാത്രമല്ല, കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റോറേജ് ഐറ്റംസുകൾ, അങ്ങനെ കുറേ അല്ലറ ചില്ലറ കുറേ കാര്യങ്ങൾ. അത് അന്ന് ആ സമയം നമുക്ക് ഇങ്ങനെ വീട് വാങ്ങുമ്പോഴത്തേക്കും ഇത് കൊള്ളാം, ഇത് വാങ്ങണം, അത് വാങ്ങണം, അങ്ങനെ വാങ്ങി നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഇങ്ങനെ കുറച്ച് പൈസ നമ്മൾ സ്പെൻഡ് ആവും. അത് ഈ പറഞ്ഞ പോലെ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ നമുക്ക് മൊത്തത്തിലൊരു ഫിഗർ എടുക്കാൻ പറ്റുമെങ്കിൽ 3500 യൂറോയാണ് ഈ പറഞ്ഞ ലൈറ്റുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്തത്. അത് ഞങ്ങളുടെ അടുത്തൊരു ചിലവായിരുന്നു. അതിനെ നമുക്കൊരു ഓൺലൈൻ പർച്ചേസസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഫുൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് പല ഐറ്റംസ് ഉണ്ട്. അപ്പം നമുക്കത് ഇന്ന കാര്യങ്ങളാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി എല്ലാത്തിനും കൂടെ ഒരു ഓൺലൈൻ പർച്ചേസസ് എന്നുള്ള രീതിയിൽ ഒരു മണിയാണ് ഞങ്ങൾ മാറ്റി വെച്ചത്. ഇനി വന്ന അടുത്തൊരു ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ പ്ലംബറിനെ വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ ബോയിലർ സർവീസ് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനി നമ്മൾ ആദ്യത്തെ വർഷം ഇവിടെ ജീവിക്കാൻ വേണ്ടി ഫസ്റ്റിലെ ഞങ്ങളൊരു ഓയിൽ കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഓയിൽ ടാങ്കിൽ 1000 യൂറോയ്ക്കാണ് ഞങ്ങൾ ഓയിൽ ഫില്ല് ചെയ്തത് കേട്ടോ. ഏകദേശം റൗണ്ട് ഫിഗർ എനിക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു 1200 യൂറോ. എന്താണെന്ന് വെച്ചാൽ അത്രയും ഞങ്ങൾ ഫില്ല് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടെ എങ്ങനെയാണ് ഓയിലിൻ്റെ ആ ഒരു എടുക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടുത്തെ റേഡിയേറ്റർ എത്രത്തോളം ഓയിൽ എടുക്കുമെന്നും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പം ഓയിൽ വെച്ച് ഹീറ്റ് ചെയ്യുന്ന ഒരു വീട്ടിൽ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എത്രത്തോളം ഓയിൽ അടിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 1200 യൂറോ ഞങ്ങൾ ഓയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാറി ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഈ ഒരു ഹീറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡാമ്പ് മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബോയിലർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ബോയിലർ വർക്ക് ചെയ്തതിന് ശേഷം ചൂടുവെള്ളമാണ് ഈ റേഡിയേറ്ററിൽ എല്ലാത്തിലും കൂടെ സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ചൂടുവെള്ളം കുറേ വർഷമായിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ചെറിയ ഡാമ്പുകൾ അടിഞ്ഞുകൂടും. അതിന് ശരിക്കും നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ അടുമ്പെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന വേർഡുകളുണ്ടല്ലോ. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കറുത്ത ഈ വെള്ളം തിളയ്ക്കുമ്പം അതിനകത്ത് നിന്നുണ്ടാകുന്ന സെഡിമെന്റ്സുകൾ, ഈ സെഡിമെന്റ്സുകൾ ഈ ഓയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു സർക്കുലേഷൻ പൈപ്പുകളിലെല്ലാം ഇങ്ങനെ അടിഞ്ഞുകൂടും. അപ്പോൾ അത് നമ്മൾ ഒരു മാഗ്നറ്റിക് മെഷീൻ വെച്ചിട്ട് നമ്മൾ വലിച്ചെടുത്തിട്ട് ആ സെഡിമെന്റ്സുകൾ നമുക്ക് പിടിച്ചു മാറ്റാൻ പറ്റും, വലിച്ചെടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ആ സർവീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് 600 യൂറോയാണ്. അപ്പം ഏകദേശം ഓയിൽ അടിച്ചതിന്റെ കേസിൽ ഞങ്ങൾക്ക് 1200 യൂറോയും ഇതുപോലെ ഈ സെഡിമെന്റ്സ് ഹീറ്റിംഗ് സിസ്റ്റത്തിൽ സെഡിമെന്റ്സ് നമുക്ക് മാറ്റാൻ വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ഒരു 600 യൂറോയും കൂടാണ് കേട്ടോ. അപ്പം അതൊക്കെ ഫസ്റ്റ് ടൈം ഉണ്ടാകുന്ന ചിലവുകളാണ്. ഇനിയിപ്പം കുറേ നാളത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇവിടെ വരുമ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു തെർമൽ ക്യാമറയുണ്ട്. ആ തെർമൽ ക്യാമറ വെച്ചിട്ട് എല്ലാ റേഡിയേറ്ററും ചെക്ക് ചെയ്യും. അതുപോലെ നമ്മുടെ ഈ റേഡിയേറ്ററിന്റെ അടിയിൽ കൂടെ പോകുന്ന പൈപ്പുകളെല്ലാം ചെക്ക് ചെയ്യും. ആ പൈപ്പുകളിലൊക്കെ എന്തെങ്കിലും ലീക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് ആ തെർമൽ ക്യാമറ വെച്ചിട്ട് അറിയാൻ പറ്റും. ഈ വെള്ളം നല്ല രീതിയിൽ ഹീറ്റ് ആക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ ലീക്കിങ്ങുകളുണ്ടോ, ഏതെങ്കിലും റേഡിയേറ്ററിലോട്ട് ഹീറ്റ് ഒന്നും എത്തുന്നില്ലെന്നോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരതെല്ലാം ചെക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് പറയും കേട്ടോ. അപ്പോൾ അതിന് ഒരു 600 യൂറോയും ഇതുപോലെ ഓയിൽ ഫില്ല് ചെയ്തതിന് 1200 യൂറോയുമാണ്. അത് ഇതുപോലെ ഓയിൽ ഈ സെക്കൻഡ് ഹാൻഡ് വീടൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് ഒരു വട്ടം എന്തായാലും നമ്മൾ ഈ സെഡിമെന്റ്സ് ഒക്കെ എടുത്ത് മാറ്റുന്നത് നല്ലതാണ്. കാരണം കുറേ നാളായിട്ട് ഇങ്ങനെ വെള്ളം കിടന്ന് ചൂടാവുന്നതല്ലേ, അപ്പം എന്തായാലും സെഡിമെന്റ്സുകൾ ഉണ്ടാവും. അത് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് ആ സെഡിമെന്റ്സ് പിടിച്ചിട്ട് ആ സ്റ്റെമ്മിൽ സെഡിമെന്റ്സ് അടിയുന്നത്
പുള്ളി എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ പഴയ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഉണ്ടായ അടുത്ത ചിലവെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഒരു ഇച്ചിരി ലെങ്തി ആയിരിക്കും, കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു 3 മേജർ ചിലവും കൂടാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ B&Q എന്ന് പറഞ്ഞിട്ട് ഉള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു മേജർ ചിലവായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് ഞങ്ങൾ കയറിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ പെയിൻറ്റുകളെല്ലാം ചെയ്തത് ഞങ്ങളാണ്. ഞങ്ങൾ ഇതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഫർണിച്ചറുകളും സോഫയും എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഞങ്ങൾ തന്നെ പെയിൻറ്റ് വാങ്ങിയിട്ട്, പെയിൻറ്റ്, ബ്രഷ്, അതുപോലെ തറയിൽ വിരിക്കുന്ന വലിയ ഷീറ്റുകൾ അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ എല്ലാ റൂമുകളും ഞങ്ങൾ തന്നെയാണ് പെയിൻറ്റ് ചെയ്തെടുത്തത്. അതുപോലെ ഈ കാണുന്ന കർട്ടൻസ്, കർട്ടൻ റെയിലുകൾ, പിന്നെ ക്ലോക്കുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലറ ചില്ലറ സ്റ്റാൻഡുകൾ, നമ്മൾ ഈ ഭിത്തിയിൽ വെക്കുന്ന ചില ഷെൽഫുകൾ, പിന്നെ പ്ലേറ്റുകൾ, നമ്മുടെ കിച്ചണിലേക്കുള്ള പ്ലേറ്റുകൾ, ക്രോക്കറീസ്, പിന്നെ പറയാനുള്ളത് നമ്മുടെ പുല്ല് വെട്ടുന്ന ട്രാക്ടർ, പിന്നെ പറമ്പിൽ കളിക്കാൻ പറ്റുന്ന ഈ തൂമ്പ, നമ്മുടെ നാട്ടിൽ തൂമ്പ എന്ന് പറയത്തില്ലേ, തൂമ്പ, അതുപോലെ ചെടികൾ വെട്ടുന്ന സിസേഴ്സുകൾ, പിന്നെ അതുപോലെ ഹെഡ്ജ് ട്രിം ചെയ്യുന്ന ചെറിയ മെഷീൻസുകൾ, പിന്നെ നമ്മുടെ പറമ്പുകളിൽ ഇങ്ങനെ ഇല വീണ് കഴിഞ്ഞാൽ ആ ഇല തൂത്ത് കളയാനുള്ള ബ്ലോവർ, അങ്ങനെ കുറേ മെഷീൻസുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളൂടെ ചേർത്ത് ഞങ്ങൾ വാങ്ങിയ ഒരു എമൗണ്ട് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ വീടാണെങ്കിലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേറ്റ് എന്തായാലും നിങ്ങൾ വാങ്ങണം. അതുപോലെ കർട്ടൻ അല്ലെങ്കിൽ ബ്ലൈൻഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലൈൻഡ് വാങ്ങണം. പിന്നെ ക്ലോക്കുകൾ വാങ്ങണം. ഞങ്ങളിവിടെ എല്ലാ റൂമിലേക്കും ഞങ്ങൾ ക്ലോക്കുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഷെൽഫുകൾ വാങ്ങണം. ഇപ്പം നമ്മൾ ടോയ്ലറ്റിലേക്ക് ഷെൽഫുകൾ, പിന്നെ ചില കുഞ്ഞു കുഞ്ഞു ഡെക്കറേറ്റീവ് പീസുകൾ, അതുപോലെ ചെടികൾ. ഞങ്ങളിവിടെ ഇഷ്ടം പോലെ ചെടികൾ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇഷ്ടം പോലെ പുത്തൻ ലൈവ് പ്ലാന്റുകൾ, അതുപോലെ പ്ലാസ്റ്റിക് പ്ലാന്റുകൾ, പിന്നെ ചില പിക്ചേഴ്സുകൾ, ചില നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ആർട്ടുകൾ. അപ്പോൾ അതെല്ലാം നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി ഇതുപോലെ B&Q, വുഡീസ്, അതുപോലെ റേഞ്ച്, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും വാങ്ങുന്നതിന് എല്ലാത്തിനൂടെ ചേർത്തിട്ട് ഞങ്ങളൊരു എമൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ പല തുള്ളി പെരുവെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, എവിടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മളിങ്ങനെ ബില്ല്, ഓരോ വട്ടവും വാങ്ങുന്ന ബില്ലുകൾ ഞങ്ങൾ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ആ ബില്ല് എവിടുന്നാണ് വാങ്ങിയെന്നുള്ളത് ഇതുപോലെ ഞാൻ നോട്ട് ചെയ്ത് ഇതുപോലെ ഡയറിയിൽ എഴുതിയിട്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മിസലേനിയസ് ചെലവ് എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ചെലവ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിന് ഞാൻ ഇട്ടേക്കുന്നത് വെച്ചാൽ B&Q ആൻഡ് അതർ പർച്ചേസ് എന്ന് പറയുന്നത്. B&Q എന്ന് വെച്ചാൽ ഇവിടുത്തെ മേജർ ഈ ഹൗസൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പണിയുമ്പോഴത്തേക്കും നമുക്ക് ബിൽഡിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള, വീട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും കിട്ടുന്നതാണ്. അതിനകത്ത് മെയിനായിട്ട് പറയാനുള്ള ടൂൾ ബോക്സ്, ഞാൻ ടൂൾ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടൂൾ ബോക്സിൽ തന്നെ ഡിഫറൻറ്റ് സ്ക്രൂ ഡ്രൈവർ സെറ്റുകൾ, അതുപോലെ ഡ്രില്ലർ സെറ്റുകൾ, പിന്നെ ഹാമറുകൾ, സാൻഡ് പേപ്പറുകൾ, പിന്നെ നമ്മുടെ തടി കട്ട് ചെയ്യുന്ന വാള്, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിനി ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് ഞങ്ങൾ ബംഗ്ലാവുകളിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ബംഗ്ലാവ് ഡിറ്റാച്ച്ഡ് ഹൗസിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ അത്യാവശ്യം വേണ്ട ടൂളുകളെല്ലാം നമ്മൾ കയ്യിൽ കരുതിയേ പറ്റുള്ളൂ. കാരണം പിന്നെ അതുമല്ല നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടവുമാണ്. ഞാനിവിടെ ഇപ്പം ഞാനും ലിൻസിയും തന്നെയാണ് ഇവിടുത്തെ എല്ലാ പണികളും ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പം കർട്ടൻ റെയിൽ പിടിപ്പിച്ചത് ഞങ്ങളാണ്. ഇപ്പം കർട്ടൻ റെയിൽ പിടിപ്പിക്കുമ്പോൾ തന്നെ ആ കർട്ടനുള്ള റെയിൽ വാങ്ങണം, ഈ കർട്ടൻ വാങ്ങണം, പിന്നെ കർട്ടൻ കൊരുത്തിടാൻ വേണ്ടിയുള്ള ചെറിയ ഡെക്കറേറ്റീവ് പീസ് ഉണ്ടല്ലോ അത് വാങ്ങണം. അതുപോലെ തന്നെയാണ് ബ്ലൈൻഡിൽ നമ്മൾ ബ്ലൈൻഡ് സെറ്റ് വാങ്ങുമ്പോഴത്തേക്കും ബ്ലൈൻഡിനകത്ത് ബ്ലൈൻഡ് പിടിപ്പിക്കാനുള്ള സ്ക്രൂവും കാര്യങ്ങളും എല്ലാം കിട്ടും. പക്ഷേ എന്നാൽ പോലും നമ്മൾ മെഷറിംഗ് ടൈപ്പ് വാങ്ങണം. അതുപോലെ സ്ക്രൂ ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂ ഡ്രൈവർ സെറ്റ് വാങ്ങണം. അതുപോലെ ഡ്രില്ല് ചെയ്ത് വെക്കാനുള്ള ഡ്രില്ലർ വാങ്ങണം. അങ്ങനെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂളുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ടായാലേ പറ്റുള്ളൂ. പിന്നെ ലെവൽ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു പിക്ചർ വെക്കുകയാണെങ്കിൽ ആ പിക്ചർ നേരെ ഇരിക്കണമെങ്കിൽ കറക്റ്റ് ലെവൽ വാങ്ങണം. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ഒരു സാധനം ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോഴായിരിക്കും നമുക്ക് പല പല പ്രോപ്പർ ടൂളുകൾ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ അതിനു വേണ്ടി ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ പല സ്ഥലത്തുനിന്നും വാങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു എമൗണ്ട് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബഡ്ജറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞങ്ങൾക്ക് ഏകദേശം എത്ര രൂപയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 8600 യൂറോയാണ് ഈ പറഞ്ഞ എല്ലാത്തിനും കൂടെ. അതിനകത്താണ് ഈ പറഞ്ഞ പോലെ കിച്ചൺ പ്ലേറ്റുകൾ, കിച്ചണിൽ പൊടികൾ വെക്കുന്ന സാധനങ്ങൾ, പുതിയ ഈ ജാറുകളില്ലേ, പൊടികൾ വെക്കുന്ന ജാറുകൾ, അതുപോലെ ഈ പറഞ്ഞ പോലെ കർട്ടൻ റെയിൽസുകൾ, ക്ലോക്കുകൾ, ഡെക്കറേറ്റീവ് പീസുകൾ, ഇൻഡോർ പ്ലാന്റുകൾ, പുല്ല് വെട്ടുന്ന മെഷീൻസുകൾ, അതുപോലെ പുറത്തുപയോഗിക്കുന്ന പല പല മെഷീൻസുകൾ, ഹെഡ്ജ് ട്രിം ചെയ്യുന്നത്, ബ്ലോവർ, ടൂൾ സെറ്റുകളിൽ തന്നെ ഡ്രില്ലർ, അങ്ങനെയുള്ള എല്ലാ അൽക്കുലത്ത് സാധനങ്ങളൂടെ എല്ലാം കൂടെ
ചേർത്താണ് ഈ ഒരു ചിലവെന്ന് പറയുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 10,000 യൂറോയോളം ഞങ്ങൾ അതിന് ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വീടായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ടൂളുകളും വേണം എന്നും ഉണ്ടായതുകൊണ്ടും അതൊക്കെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റുകളാണ്. പിന്നെ അതിൽ നമുക്ക് ചിലവുകളില്ല. കാരണം ഞങ്ങൾക്ക് ഇനി ഒരു സാധനം ഞങ്ങൾക്ക് ഇവിടെ വാങ്ങണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ എന്ത് പണി ചെയ്യണമെങ്കിലും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂൾസുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ഞങ്ങളൊന്നും ഇനി പുതിയതായിട്ട് ഒരു സാധനം വാങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി വാങ്ങണ്ട. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ടൂൾസ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെയിൻറ്റെയിൻസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി ഒരു ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 10,000 യൂറോയാണ് ഞങ്ങൾ മാറ്റി വെച്ചത്. പക്ഷേ എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾക്കൊരു 8,600 യൂറോയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ നിന്ന് കേട്ടോ. അപ്പോൾ അതാണ് B&Q ആൻഡ് അതർ പർച്ചേസസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കരുതിയേക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഇപ്പം നിങ്ങൾ ഒരു പുതിയ വീട് വാങ്ങുവാണെങ്കിൽ പോലും ഈ പറഞ്ഞ കുറേ ചിലവുകൾ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പുതിയ വീട് വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് ചിലവുകൾ വരും. നമ്മളിപ്പോൾ ഒരു കിച്ചൺ എടുത്താൽ പോലും കിച്ചൺ പ്ലേറ്റുകൾ വേണം, അതുപോലെ സ്പൂണുകൾ വേണം, പല സ്ഥലത്ത് ക്ലോക്കുകൾ വേണം, അതുപോലെ പല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. പിന്നെ ഇൻഡോർ പ്ലാന്റുകൾ പലയിടത്തും നമ്മൾ വെക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇതിപ്പോൾ ഒരു ടേബിൾ എടുത്താൽ പോലും ഈ ടേബിളിൻ്റെ നടുക്ക്, ഡൈനിങ് ടേബിളിൻ്റെ നടുക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വേണം. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ വേണം. പിന്നെ ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുമ്പം ടൂൾസ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂൾസുകൾ വേണം. അപ്പോൾ അതെല്ലാം പുതിയ വീടുകൾ വാങ്ങുന്ന ആൾക്കാർക്കും ഇതാണ്. പിന്നെ നമ്മൾ എത്രത്തോളം വാങ്ങുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമുക്ക് ആ ബഡ്ജറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ചിലവ് ഇതിനുവേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ഏകദേശം 8,600 യൂറോയാണ് കേട്ടോ. അതൊരു മേജർ ചിലവാണ്. നമ്മൾ വിചാരിക്കാതെ നമ്മൾ അതിനു വേണ്ടി ഒരു ഇത്ര രൂപ നമ്മൾ ബഡ്ജറ്റ് ഇട്ട് എപ്പോഴും മാറ്റി വെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നമ്മൾ വിചാരിക്കത്തില്ല ഇങ്ങനത്തെ കുറേ ചിലവുകൾ വരുമെന്ന്. ഇനിയുള്ള അടുത്തൊരു മേജർ ചിലവാണ് ഫർണിച്ചർ എന്ന് പറയുന്നത്, ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ മാറിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫർണിച്ചറുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ല, ഞങ്ങളുടെ ഒരു ടേസ്റ്റിനുള്ള അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം ഡംപ് ചെയ്യുകയാണ് ചെയ്തത്. ചിലതൊക്കെ ഒരു ഇച്ചിരി പഴയത് ആയിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ ഇവിടെ കിടന്ന ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ കൗച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് പഴയതായിരുന്നു. പിന്നെ അതുപോലെ 2-3 ബെഡുകളൊക്കെ ഉണ്ടായിരുന്നു, മാട്രസ് ബെഡുകൾ. അപ്പോൾ മാട്രസ് ഒന്നും നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഉപയോഗിക്കാത്തതാണ് നല്ലത്. അതെല്ലാം ഞങ്ങൾ ഡംപ് ചെയ്തു. അതുപോലെ കട്ടിൽ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ആ ഡംപ് ചെയ്തതിനുള്ള ചിലവിൻ്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടുത്തെ എല്ലാം ഡംപ് ചെയ്തിട്ട് ഞങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഫർണിച്ചേഴ്സും അപ്ലയൻസസുമാണ് ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള രണ്ട് ഫർണിച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വാഷിംഗ് മെഷീൻ ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഈ കുക്ക് ടോപ്പുകളും ഗ്രില്ലിങ് ചെയ്യുന്ന സാധനങ്ങളും, കുക്ക് ടോപ്പ്, ഹോബ്, അതുപോലെ ഗ്രില്ല് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. മൈക്രോവേവ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്കത് വേണ്ടായിരുന്നു, ഞങ്ങളെടുത്ത് മാറ്റി. പിന്നെ ഞങ്ങൾ പഴയ റെന്റിന് നിന്നിരുന്ന സമയത്ത് ഞങ്ങളൊരു ഡ്രയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഡ്രയർ ഞങ്ങൾ ഇതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഞങ്ങൾ വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് വന്ന ഐറ്റംസ് ആണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഫ്രിഡ്ജ്, ഡിഷ് വാഷർ, നമ്മുടെ മെയിൻ കൗച്ച്, പിന്നെ അവിടെ ഇരിക്കുന്ന ടി വി സ്റ്റാൻഡ്, അവിടെ ബാക്കിൽ വെച്ചേക്കുന്ന ഒരു ഡെക്കറേറ്റീവ് പീസായിട്ടുള്ളൊരു ലൈറ്റ് സ്റ്റാൻഡ്, അതുപോലെ ഒരു ഡെക്കറേറ്റീവ് പീസുകൾ, പിന്നെ മാട്രസുകൾ, 3 ബെഡ്, 2 ബെഡ്, 2 മെയിൻ ബെഡ്, പിന്നെ ഒരു കൗച്ച് കം ബെഡ് ഉണ്ടല്ലോ, നമ്മുടെ സോഫ കം ബെഡ്, പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന മാട്രസുകൾ, പിന്നെ നമ്മൾ സൗണ്ട് സിസ്റ്റം, നമ്മൾ ടി വി വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിലുള്ള സൗണ്ട് സിസ്റ്റം, അങ്ങനെ എല്ലാ സാധനങ്ങളും, അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചറുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളുടെ അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചറുകൾ, അതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ സ്പെൻഡ് ചെയ്ത ഏകദേശം എമൗണ്ട് എന്ന് പറയുന്നത് 16,000 യൂറോയാണ് കേട്ടോ. പിന്നെ അപ്ലയൻസസിനും ഫർണിച്ചേഴ്സിനും ഇവിടെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് EMI ആക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ ഇനിഷ്യൽ പേ കൊടുത്താൽ മതി. ഞങ്ങളിപ്പം 16,000-ന് ഞങ്ങൾ ഇതെല്ലാം ബുക്ക് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ ഇനിഷ്യൽ പേ കൊടുത്തത് ഏകദേശം വെറും 3,000 യൂറോ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3,000 യൂറോ മാത്രമാണ്. ബാക്കി ഞങ്ങളുടെ EMI പോലെ അടവായിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ അപ്ലയൻസസിനും ഫർണിച്ചേഴ്സിനും ഒന്നിനും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ വിലയുടെ ബേസിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് വീടിൻ്റെ വിലയും അതുപോലെ മോർഗേജും ഞങ്ങൾക്ക് കുറവാണ് വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫർണിച്ചേഴ്സുകളും അപ്ലയൻസസുമാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. ഇഷ്ടവും അതുപോലെ ഉപയോഗവും. കാരണം ഞങ്ങളിപ്പോൾ ഒരു ബെഡ് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് സ്റ്റോറേജ് അടിയിൽ വരുന്ന രീതിയിലുള്ള ബെഡ് തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ കുഞ്ഞൂസിനാണെങ്കിലും കുറച്ചുകൂടെ വലിയ ബെഡാണ് എടുത്തേക്കുന്നത്. അതുപോലെ ടി വിയും സൗണ്ട് സിസ്റ്റം ആണെങ്കിലും ഞങ്ങൾ അതിനകത്തൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഇത്രയും നല്ല ടി വി അല്ലെങ്കിൽ ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റം തന്നെ വേണം എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ ഇച്ചിരി കൂടെ നല്ല സൗണ്ടൊക്കെ കിട്ടുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ വിലയുടെ ബേസിലൊന്നും
ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗുണം എന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് ക്ലിയറൻസ് സെയിലിൽ കിട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പം ഇപ്പോൾ ഹാർവേ നോർമലി പോകുമ്പോൾ തന്നെ അവിടെ ഉള്ളവർ പറയും ഇന്ന സാധനം ക്ലിയറൻസിൽ കിടപ്പുണ്ട്, അത് ഇന്ന സമയത്ത് ഇത്ര രൂപ വിലയുള്ളതായിരുന്നു, അപ്പം ക്ലിയറൻസിന് ആ സെയിം സാധനം തന്നെ ക്ലിയറൻസിന് നിങ്ങൾക്ക് ഇത്ര രൂപ വില കുറച്ചുണ്ട് എന്ന് പറയുമ്പം അത് നമ്മൾ നോക്കി അത് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ. അതുപോലെ നിങ്ങൾക്ക് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ സാധനങ്ങൾ ഇതുപോലെ ക്ലിയറൻസിൽ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിന് കിട്ടും. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ലയൻസസിനും ഫർണിച്ചേഴ്സിനും എല്ലാത്തിനും കൂടെ ചേർത്ത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 16,000 യൂറോയാണ് ഞങ്ങളുടെ ഏകദേശം ഒരു ബഡ്ജറ്റ് ആയത്. അതിനകത്തൊരു ഇനിഷ്യൽ പേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ 3,000 യൂറോ ഞങ്ങൾ പേ ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ EMI ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനൊരു 3,000 യൂറോയാണ് ഈ ചെലവിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കുണ്ടായ ഒരേ ഒരു ചെലവ് ഉള്ള ഒരു മേജർ ആയിട്ടുള്ള ചെലവ്, അത് നമ്മൾ വീടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതല്ല, പകരം ഞങ്ങൾ ഹൗസ് വാമിംഗ് പാർട്ടി നടത്തിയതിൻ്റെ ചിലവാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഡിപ്പെൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ചിലവുകളെല്ലാം ഡിപ്പെൻസ് ആണ്. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ചിലവ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും, നിങ്ങളുടെ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഹൗസ് വാമിംഗ് പാർട്ടി നടത്തിയതിൻ്റെ കേസിൽ ഞങ്ങൾക്ക് സ്പെൻഡ് ആയേക്കുന്നത് ഏകദേശം 2,600 യൂറോയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 100+ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഫുഡുകളും അവർക്കുള്ള ഫുഡ് ഡ്രിങ്ക് ചിലവുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ പാർട്ടി നടത്തുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഒരുപാട് എക്സ്ട്രാ പ്ലേറ്റുകൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്തായാലും പാർട്ടിക്ക് സ്പെൻഡ് ആവും. അപ്പോൾ അതിനുള്ളൊരു ബഡ്ജറ്റ് ഞങ്ങൾ ഇട്ടത് 2,600 യൂറോയാണ് ഞങ്ങൾക്ക് ഹോം പാർട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് സ്പെൻഡ് ആയത് കേട്ടോ. അപ്പം ഇത്രയാണ് ഞങ്ങൾ വീട് വാങ്ങിയപ്പോഴത്തേക്കും നമുക്കുണ്ടായ മാൻഡേറ്ററി ചിലവുകൾ മാറ്റിവെച്ച, ഞാൻ ആദ്യം പറഞ്ഞ മാൻഡേറ്ററി ചിലവുകൾ മാറ്റിവെച്ച ബാക്കി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഞങ്ങൾക്കുണ്ടായ ചിലവുകൾ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്തിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും കേട്ടോ. അപ്പം ഹൗസ് വാമിംഗ് പാർട്ടി നടത്തിയതിൻ്റെ ചിലവും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്ത് ഒരു മൊത്തത്തിൽ എത്രയായെന്ന് പറയുന്നതിന് മുന്നേ വീട് വാങ്ങാൻ പോകുന്ന ആൾക്കാർ, അത് സെക്കൻഡ് ഹാൻഡ് വീട് വാങ്ങുവാണെങ്കിലും പുതിയ വീടുകൾ വാങ്ങുവാണെങ്കിലും പോകുന്ന ആൾക്കാർ മനസ്സിൽ വിചാരിക്കാതെ വരുന്ന കുറച്ച് ചിലവുകൾ ഞാൻ എന്തായാലും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ പർച്ചേസുകളെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു എമൗണ്ട് വരുന്ന ചിലവുകളാണ്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വിൻഡോകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ബ്ലൈൻഡുകൾ സെറ്റ് ചെയ്യുന്നത്, അതുപോലെ ക്ലോക്കുകൾ വാങ്ങുന്നത്, ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ആർട്ടുകൾ വാങ്ങുന്നത്, അതുപോലെ ലൈവ് പ്ലാന്റുകൾ, പ്ലാസ്റ്റിക് പ്ലാന്റുകൾ, അതുപോലെ വീട്ടിലേക്കുള്ള പ്ലേറ്റുകൾ, ജാറുകൾ, സ്റ്റോറേജ് ജാറുകൾ, അതുപോലെ സ്പൂൺ, ഫോർക്ക് അങ്ങനെയുള്ള ഐറ്റംസുകൾ വാങ്ങുന്നത്. പിന്നെ കുറേ ഐറ്റംസ് നമുക്ക് എന്തായാലും ഗിഫ്റ്റായിട്ട് കിട്ടും. ചിലപ്പോൾ നല്ല ഗ്ലാസുകൾ, വൈൻ ഗ്ലാസുകൾ അങ്ങനെയൊക്കെ ഉള്ളത് ഗിഫ്റ്റായിട്ട് കിട്ടും. എന്നാൽ പോലും നമുക്ക് പുതിയതായിട്ട് വീട് വാങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഇഷ്ടത്തിന് കുറേ കാര്യങ്ങൾ നമ്മൾ എന്തായാലും വാങ്ങും. പിന്നെ കൗച്ച് വാങ്ങുമ്പോഴത്തേക്കും കൗച്ചിലിടാനുള്ള പില്ലോകൾ, പിന്നെ നമ്മൾ ബെഡ് വാങ്ങുമ്പോഴത്തേക്കും ബെഡിനിടാനുള്ള ബെഡ് കവേഴ്സ്, അതുപോലെ ഡുവേ കവേഴ്സ്, പില്ലോ കവേഴ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ വോൾ ഡെക്കർ, പിന്നെ നമുക്ക് ചിലപ്പം നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിന് നമുക്ക് എന്തെങ്കിലും കസ്റ്റം ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിക്ചേഴ്സ് പ്രിന്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിലവുകൾ, ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ടൂൾ ബോക്സുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിലവുകൾ, പുല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുല്ല് വെട്ടാനുള്ള മെഷീൻസുകൾ, ഇതുപോലെ പുറത്ത് ക്ലീൻ ചെയ്യാനുള്ള മെഷീൻസുകൾ, അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള കുറേ എമൗണ്ടുകൾ നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യത്തില്ല. പക്ഷേ അതിനെന്തായാലും നമ്മളൊരു ചെറിയ അല്ല അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മൾ മാറ്റി വെക്കണം എന്ന് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ചെടി വാങ്ങുമ്പോഴത്തേക്കും ചെടിയുടെ പോട്ടുകൾ നമ്മൾ വാങ്ങണം, അതുപോലെ കാർപ്പറ്റുകൾ നമ്മൾ വാങ്ങണം. നമുക്കിപ്പം ചില സ്ഥലങ്ങളിൽ കാർപ്പറ്റുകൾ ഇടാനുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല കാർപ്പറ്റുകൾ നമ്മൾ വാങ്ങണം. അങ്ങനെ ആ സാധനങ്ങളൊന്നും നമുക്ക് EMI ആയിട്ട് നമുക്ക് പറ്റത്തില്ല. പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വാങ്ങി വേണമെങ്കിൽ നമുക്ക് EMI ആക്കാം. ഇപ്പം ഓൺലൈനൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യുവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വാങ്ങി നമുക്ക് EMI ആയിട്ട് ക്രെഡിറ്റ് കാർഡ് അടച്ച് തീർക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനായിട്ട് പ്രത്യേകം നല്ലൊരു എമൗണ്ട് നമ്മൾ മാറ്റി വെക്കണം. അത് നമ്മൾ പുതിയ വീടാണെങ്കിലും പഴയ വീടുകളാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് അതിനെ മാറ്റിയെടുക്കണം, ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ചിലവുകൾ വരും. അപ്പോൾ അത് നമ്മൾ വിചാരിച്ച് അതിനായിട്ടുള്ള പൈസ നമ്മൾ കരുതി വെക്കണം കേട്ടോ. ഇപ്പോൾ പുതിയ വീടാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാം ഒരു കാര്യവും ഇല്ലാതാണ് വരുന്നത്. അപ്പം ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം ഇവിടെ രൂപക്കോട് പണിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ രൂപക്കോടിന് വേണ്ടി തന്നെ നമ്മളൊരു എമൗണ്ട് മാറ്റി വെക്കണം. അതുപോലെ TV ഉണ്ടെങ്കിൽ TV പാനൽ സെറ്റ് ചെയ്യാൻ വേണ്ടി അതിന് സെപ്പറേറ്റ് എമൗണ്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് വീടാണെങ്കിലും നമുക്ക് TV വാങ്ങുമ്പോഴത്തേക്കും TVയുടെ ബാക്കിൽ നല്ലൊരു പാനൽ പണിയണമെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് മണി മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്ത് ഒരു എമൗണ്ട് ആയിട്ട് നിങ്ങൾ എന്തായാലും ഈ മിസലേനിയസ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു അതർ പർച്ചേസസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് എന്നുള്ള രീതിയിൽ ഒരു എമൗണ്ട് മാറ്റി വെക്കണം കേട്ടോ.
അപ്പം അതാണ് എനിക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ കുറേ മണികൾ ഇങ്ങനെ ഈ വീട് വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ കൂടി നമുക്കൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ചിലവെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പം ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചിലവെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ബ്രീഫായിട്ട് പറഞ്ഞേക്കാം. കീ മാറ്റിയതിന് ഒരു €100, അതുപോലെ പെയിന്റിങ്ങും ക്ലീനിങ് ഒക്കെ ചെയ്തതിന് €5500, അതുപോലെ ചിമ്മിനി ക്ലീൻ ചെയ്തതിന് 80, അതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്തതിന് ഒരു €350, അതുപോലെ സെപ്റ്റിക് ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്തതിന് ഒരു €150, അതുപോലെ വേസ്റ്റ് എല്ലാം എംറ്റി ചെയ്തതിന് ഒരു €1500, അതുപോലെ വേസ്റ്റുകളെല്ലാം എംറ്റി ചെയ്തതിന് ഏകദേശം ഒരു €1500, അതുപോലെ പ്ലംബിങ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് പ്ലംബിങ് ഫിറ്റിങ്സുകളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തതിന് പ്ലംബറിന് കൊടുത്തത്, പ്ലംബർ ബോയിലർ സർവീസ് അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു €700, അതുപോലെ ഓൺലൈൻ പർച്ചേസുകൾ നമ്മൾ ചെയ്തതിന് €3500, ഓയിൽ ഫില്ല് ചെയ്തതിനും അതുപോലെ ഓയിൽ ഹീറ്റിംഗ് സിസ്റ്റത്തിന്റെ സെഡിമെന്റ്സ് എല്ലാം എടുത്തു കളഞ്ഞതിന് ഒരു €1200 പ്ലസ് ഒരു €600. B&Q പർച്ചേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ B&Q പർച്ചേസസിലാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ഇവിടെ ഇരിക്കുന്ന ബാക്കിലത്തെ ഈ ബാർ സെറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ B&Qയിലെ പല പല സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടാണ്. അപ്പോൾ B&Q പർച്ചേസുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ടൂൾ ബോക്സുകൾ, പില്ലോ കവേഴ്സ്, B&Q മാത്രമല്ല പല പല ഡിഫറൻറ്റ് ഷോപ്പുകളിലെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ B&Q ആൻഡ് അതർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിട്ടേക്കുന്നത്. ടൂൾസുകൾ, മെഷീൻസുകൾ, അങ്ങനെ അല്ലറ ചില്ലറ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഈ പറഞ്ഞ ഒരു €8600. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോയ ഷോപ്പുകളോട് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. B&Q ഉണ്ട്, റേഞ്ച് ഉണ്ട്, വുഡീസ് ഉണ്ട്, അതുപോലെ JYSK എന്ന് പറഞ്ഞ് ജെസ്ക് എന്ന് പറയുന്ന ഷോപ്പുണ്ട്, അതുപോലെ ഡബ്ലിനൊക്കെ ആണെങ്കിൽ IKEA ഉണ്ട്. അങ്ങനെ പറഞ്ഞ പല പല ഷോപ്പുകളിൽ നിന്ന് ഈ ചെറിയ പല പല സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ നമ്മൾ ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസിൽ ഒരു €16,000, അതിനകത്ത് ഇനിഷ്യൽ പേ ആയിട്ടുള്ള ഒരു €3000 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഹോം പാർട്ടി നടത്തിയതിലുള്ള ഒരു €2600 കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് €27,880 കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം ഒരു 27,800 ആയപ്പോൾ തന്നെ ഏകദേശം ഒരു €28,000 ആയിട്ട് നമുക്ക് റൗണ്ട് ഫിഗർ ചെയ്യാം കേട്ടോ. അങ്ങനെ 2 ചിലവുകളായിട്ടാണ് ഞാനിത് ഈ വീഡിയോ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ ചിലവെന്ന് വെച്ചാൽ മാൻഡേറ്ററി ആയിട്ട് നമുക്ക് വേണ്ട ചിലവുകളാണ്. റെഡി ടു ഗോ എന്നുള്ളൊരു ഹൗസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ചിലവുകളിലുള്ള ഈ ചിലവുകളിൽ നിന്ന് ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പം മാൻഡേറ്ററി ആയിട്ട് ഉള്ള ആ ഒരു ചിലവെന്ന് പറയുന്നത് ഞങ്ങളുടെ വീടെടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വന്നതെന്ന് പറയുന്നത് €27,470, €27,500 എന്നുള്ള രീതിയിൽ നമുക്ക് റൗണ്ട് ഫിഗർ ചെയ്യാം. അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചിലവ് അത് ഓരോ വീടുകൾക്ക് ഓരോ രീതിയിലാണ്. അത് ഞങ്ങൾക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം €27,880 ആണ്. ഏകദേശം €28,000 ആയിട്ട് നമുക്ക് റൗണ്ട് ഫിഗർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് റഫറൻസിന് വേണ്ടി മാത്രം നിങ്ങൾ വീട് വാങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക. ചുമ്മാ ഇത് കേട്ട് നോക്കുക. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഇതിനകത്തുണ്ട്. കാരണം നമ്മൾ വിചാരിക്കാതെ നമുക്ക് വരുന്ന കുറേ ചിലവുകൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇനി വീടുകൾ എടുക്കാൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു വീട് കാണാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മൈൻഡിൽ വെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങളൊരു വീട് കാണുമ്പോഴത്തേക്കും അതിനകത്ത് ഓൾറെഡി നല്ല കബോർഡ്സുകളും അല്ലെങ്കിൽ നല്ല കർട്ടൻസുകളും ബ്ലൈൻഡുകളും നല്ല ഫർണിച്ചറുകളൊക്കെയാണ് അവർ തരാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം കൂടെ ചേർത്താണ് നമുക്ക് ആ വീട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കുറേ എമൗണ്ടുകൾ, ഈ ചെറിയ എമൗണ്ടുകൾ കുറേ കുറഞ്ഞ് ഒരു എമൗണ്ടുകൾ നിങ്ങൾക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പെയിൻറ്റിങ് അടിക്കേണ്ടാത്ത വീടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഇത് ലാഭിക്കാം. അപ്പം നമ്മൾ സെക്കൻഡ് ഹാൻഡ് വീടുകൾ വാങ്ങുമ്പോഴത്തേക്കും അങ്ങനെയുള്ള വീടുകൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചിലവുകൾ നമുക്ക് കുറഞ്ഞു കിട്ടും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ പുതിയ വീടുകൾ എടുക്കാൻ പോകുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കുമ്പോഴത്തേക്കും മനസ്സിലാവും നിങ്ങൾ വിചാരിക്കാതെ ഏതെങ്കിലുമൊക്കെ ചിലവുകൾ ഇത് ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ചിലവുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ എപ്പോഴും നിങ്ങൾക്ക് സഹായമായിരിക്കും. അപ്പം എല്ലാവർക്കും വീട് വാങ്ങാൻ ഇരിക്കുന്നവർക്കും ഇനി ഭാവിയിൽ ഇവിടെ വന്നിട്ട് വീട് ഭാവിയിൽ എടുക്കാൻ പോകുന്നവർക്കും ഇത് ഒരു നല്ല ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പം ഓൾ ദ ബെസ്റ്റ്. അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.